वाणीगुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवासजगत्प्रणामे दृष्टिः सतां दर्शनेस्तु ഭവത്തനൂനാം. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാഗവത്തിലെ തൃതീയ സ്കന്ധം അതിലെ 9-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് കാണുന്നത്. എന്താണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്? വിഷ്ണു ഭഗവാനെ ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ്. ബ്രഹ്മാവ് ചെയ്യുന്ന ഭഗവസ്തുതി അതാണ് ഇതിൽ വർണ്ണിക്കുന്നത്. അങ്ങനെ ആ ബ്രഹ്മാവിന് ഭഗവാൻ വരം കൊടുക്കുന്നത് ഇതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് നോക്കാം, നേരെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമോധ്യായഃ. ബ്രഹ്മോവാച. ബ്രഹ്മാവ് പറയുന്നു, ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. എന്താ പറയണത്? ജ്ഞാതോസി മേദ്യ സുചിരാന്നനുദേഹഭാജാം ന ജ്ഞായത്തെ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവ്യതികരാത് യദുരുർവിഭാസി. എന്താ പറയണത്? ജ്ഞാതഃ അസി മേ അദ്യ. ഭഗവൻ സുചിരാത്ത് അദ്യമേ ജ്ഞാതഃ അസി. അല്ലയോ ഭഗവാനെ, വളരെ കാലത്തെ ഉപാസനയുടെ ആ ഫലം കൊണ്ട് എനിക്കിന്ന് അങ്ങയുടെ ആ മഹിമ അറിയാൻ സാധിച്ചു. അതാണ് ജ്ഞാതഃ അസി, അറിയപ്പെട്ടവനായി ഭവിക്കുന്നു അങ്ങ്. എന്നാൽ അങ്ങയുടെ വാസ്തവത്തിൽ അങ്ങയുടെ പരമാർത്ഥസ്ഥിതി അധികം പേർക്കും അറിയാൻ സാധിക്കില്ല. അതാണ് ജീവന്മാരുടെ ന്യൂനത. അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം അറിയാൻ കഴിയില്ല. അറിയണമെങ്കിൽ അന്യനായിട്ടൊന്ന് വേണം. അന്യമായിട്ടൊന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എനിക്ക് മറ്റൊരു വസ്തുവിനെ അറിയാം, കാരണം അത് ഞാനല്ലാത്തതുകൊണ്ടാണ്. ഞാനേ ഇവിടെ ഉള്ളൂ എങ്കിൽ പിന്നെ ഈശ്വരനില്ലാത്ത വേറൊന്നുമില്ലെങ്കിൽ പിന്നെ ആരെ അറിയാൻ? ഇവിടെ ആ പരമാർത്ഥസ്ഥിതി അറിയാൻ പ്രയാസമാണ്. ഇത് ദേഹഭാജാം അവദ്യം നനു. അത് ജീവന്മാരുടെ ഒരു ദോഷമാണ്, ശരീരികൾക്കുള്ളൊരു ദോഷമാണത്. അങ്ങേ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല എന്നുള്ളത്. ത്വത് അന്യത് ന അസ്തി. എന്താ കാരണം? അങ്ങയിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ്. അങ്ങയിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഇതുപോലെ സ്വർണ്ണത്തിൽ നിന്ന് വേറെയായിട്ട് ആഭരണം ഉണ്ടോ? ഇല്ല. അതുപോലെ പരമാത്മാവായ അങ്ങയിൽ നിന്ന് അന്യമായിട്ടൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അങ്ങയെ അറിയാൻ സാധിക്കില്ല. അറിവായിട്ട് നിൽക്കുന്നത് ഭഗവാനാണ്. ഇനി വല്ലതും ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ന ശുദ്ധം, അത് ഉള്ളതല്ല, അത് തോന്നൽ മാത്രമാണ്. അത് മായ കൊണ്ടുണ്ടാവണതാ. മായാഗുണവ്യതികരാത് ഉരുഹു വിഭാസി. മായാഗുണങ്ങളുടെ ആ ചേർച്ച കൊണ്ടാണ് പലതായിട്ട് തോന്നുന്നത് എന്നർത്ഥം. ഇത് മുതൽക്ക് 25 ശ്ലോകങ്ങൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. അതാണ് വർണ്ണിക്കുന്നത്. ഭഗവാന്റെ ആ സ്വരൂപ ദർശനത്താൽ ഉണ്ടായ ആ തൻ്റെ സന്തോഷം അതാണ് പറയുന്നത്. ഭഗവാനെ കണ്ട സമയത്ത് ബ്രഹ്മാവ് പറയാണ്, ജ്ഞാതോസി മേദ്യ. ഞാനിന്ന് അറിഞ്ഞു, എനിക്ക് വലിയ സന്തോഷമായി ഭഗവാനെ. അങ്ങയുടെ ദർശനം എനിക്ക് സിദ്ധിച്ചില്ലേ? ഇവിടെയുള്ള ജീവന്മാർക്ക് അങ്ങയെ കാണാൻ സാധിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്കത് സാധിച്ചില്ലേ? സന്തോഷമായി. ഭഗവാന്റെ സഗുണസ്വരൂപമാണ് ഇപ്പം ബ്രഹ്മാവ് ദർശിച്ചത്. നിർഗുണ രൂപം അത് ആർക്കും കാണാൻ സാധിക്കില്ല, കാരണം അന്യമായ ഒന്നിനെ കാണാൻ സാധിക്കുള്ളൂ. അതാണ് വർണ്ണിക്കുന്നത്. അത് അനുഭവിക്കാം, അത്രയേ ഉള്ളൂ. അന്യമായിട്ടുള്ള ഒന്നില്ലല്ലോ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വലിയ അർത്ഥമാണ്. അത് വിചാരം കൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. വ്യക്തമായില്ലേ? ഭഗവാനെ വളരെ കാലത്തെ ഉപാസനയുടെ ഫലമായിട്ട് എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചു. അങ്ങയുടെ സഗുണരൂപം വിഷ്ണു സ്വരൂപം കണ്ടു. അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം ആർക്കും അറിയാൻ സാധിക്കില്ല. അത് ജീവന്മാരുടെ ന്യൂനതയാണ് എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്ന് അന്യമായ ഒന്നുമില്ലാത്തത് കൊണ്ട് അങ്ങയെ അറിയാൻ സാധിക്കില്ല. അങ്ങയിൽ നിന്ന് അന്യമായ ഒന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു തോന്നൽ മാത്രമാണ്, സത്യമല്ല. മായയിലെ ആ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് ആണ് പലതായിട്ട് തോന്നുന്നത്. വാസ്തവത്തിൽ പലതില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. തിരമാലകൾ കുറേ ഉള്ളതായിട്ട് തോന്നുന്നു, വാസ്തവത്തിൽ കടലേ ഉള്ളൂ, ജലമേ ഉള്ളൂ. ആ ഉദാഹരണം എപ്പോഴും ഓർക്കുക. 2-ാമത്തെ ശ്ലോകം നോക്കാം. രൂപം യദേതദവബോധരസോദയേന ശശ്വൻ നിവൃത്തതമസഃ സദനുഗ്രഹായ ആദൗ ഗൃഹീതമവതാരശതൈകബീജം യന്നാഭിപത്മഭവനാത് അഹമാവിരാസം. രൂപം യദേതദവബോധരസോദയേന. അവബോധരസോദയേന ശശ്വത് നിവൃത്തതമസഃ യത് ഏതത് രൂപം സദനുഗ്രഹായ ആദൗ ഗൃഹീതം
അവതാരശതൈകബീജം യത് നാഭിപത്മഭവനാത് അഹം ആവിരാസം. അവബോധരസോദയേന അവബോധാത്മകമായ ആ ചിച്ഛക്തിയുടെ ആവിർഭാവം കൊണ്ട് എന്താ പറയണത് എന്താ പറയണത് അത് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഷ പ്രയോഗിക്കുകയാണ്. എളുപ്പമാണ്, പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഭഗവാന്റെ മായ, ഇപ്പം ജ്ഞാനസ്വരൂപിണിയായ ചിച്ഛക്തിയുടെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മായാശക്തി, ഭഗവാന്റെ ശക്തി തന്നെയാണ് മായ. അപ്പോൾ ആ അങ്ങയുടെ ആ ശക്തിയുടെ പ്രഭാവം കൊണ്ട് അവിദ്യയുടെ ആ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ സ്വരൂപം, ഈ ചൈതന്യം സജ്ജനങ്ങളായ ഭക്തരുടെ ആ ഉപാസനയ്ക്ക് വേണ്ടി സൃഷ്ടിയുടെ ആദ്യത്തിൽ അങ്ങ് സ്വീകരിച്ചതാണ്. എല്ലാ അവതാരങ്ങൾക്കും മൂലകാരണം ഈ രൂപമാണ്, ഈ വിഷ്ണു സ്വരൂപമാണ്, ഈ മഹാവിഷ്ണുവാണ്. ഇതെന്നാണ് ഇനി ഉള്ള അവതാരങ്ങളൊക്കെ, എന്തൊക്കെ ലോകത്ത് കാണേണ്ടതൊക്കെ ഉണ്ടാവുന്നത് ഈ ഭഗവാനിൽ നിന്നാണ്. ഇതാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം, ആദ്യത്തെ സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുകയാണ്, ആദിനാരായണൻ. അതാണ് താല്പര്യം. ശശ്വത് നിവൃത്ത തമസഹ, ഏത് കാലത്തും അവിദ്യയുടെ ഇരുളിൽ നിന്ന് മാറി നിൽക്കുന്ന അങ്ങയുടെ ഈ ഒരു രൂപം സദനുഗ്രഹായ സത്തുക്കളായ സജ്ജനങ്ങളായ ഉപാസകന്മാരെ അനുഗ്രഹിക്കാനായി ആദൗ ഗൃഹീതം, ആദിയിൽ സ്വയം സ്വീകരിച്ചു. അവതാര ശതൈക ബീജം, പിന്നെ ഈ അവതാരങ്ങൾ അനവധി അവതാരങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിൽ നിന്നുണ്ടായതാണ്. യത് നാഭിപത്മഭവനാത് അഹമാവിരാസം, അങ്ങയുടെ ഈ വിഷ്ണു ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നല്ലേ ഞാനുണ്ടായത്. ഇതാണ് മറ്റെല്ലാ അവതാരങ്ങൾക്കും മൂലകാരണം ഈ വിഷ്ണു സ്വരൂപമാണ്. അങ്ങനെയുള്ള മഹിമയോടുകൂടിയ അവിടുത്തെ വിഷ്ണു ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നല്ലേ ഈ ഞാൻ ജനിച്ചത്. അഹം ആവിരാസം, ഞാൻ ഉത്ഭവിച്ചത്. വ്യക്തമല്ലേ? മൂന്നാമത്തെ ശ്ലോകം നോക്കാം. നാതഃ പരം പരമയദ്ഭവതസ്വരൂപം ആനന്ദമാത്രമവികൽപം അവിദ്ധവർച്ചഃ പശ്യാമി വിശ്വസൃജമേകമവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകം അധസ്ഥ ഉപാശ്രിതോസ്മി. നാതഃ പരം, നാതഃ പരം, ന അതഃ പരം. പരമ യത് ഭവതഃ സ്വരൂപം പരമ അവിദ്ധവർച്ചഃ. പരമ എന്നുള്ളത് ഭഗവാനെ വിളിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, മായ ബാധിക്കാത്തവനെ, പരമമായിട്ടുള്ളവനെ. അവിദ്ധവർച്ചഃ അവികൽപ്പം ആനന്ദമാത്രം ഭവതഃ, ആവരണമില്ലാത്ത പ്രകാശത്തോടുകൂടിയ അവികൽപ്പം ഭേദഭാവമില്ലാത്ത ആനന്ദമാത്രം, കേവലാനന്ദം മാത്രമായ ഭവതഃ അങ്ങയുടെ യത് സ്വരൂപം, ഈ ഒരു നിർഗുണ സ്വരൂപമുണ്ടോ അതിനെ അതഃ പരം ന പശ്യാമി, ഈ സഗുണസ്വരൂപത്തിൽ നിന്ന് വേറെയായിട്ട് ഞാൻ കാണുന്നില്ല. അതും ഇതും ഒക്കെ ഒന്ന് തന്നെ, സഗുണനായി നിൽക്കുന്നവനും നിർഗുണനായിട്ട് നിൽക്കുന്നതും. ഈശ്വരൻ്റെ സഗുണ നിർഗുണ രൂപങ്ങൾ രണ്ടും ഒന്ന് തന്നെ എന്ന് പറയുകയാണ്. സഗുണ ബ്രഹ്മദർശനം നിർഗുണ ബ്രഹ്മാവബോധം ഉണ്ടാക്കും. അതാണ് ഗുരുവായൂരപ്പനെ തൊഴുന്ന സമയത്ത് നമുക്ക് നിർഗുണ ബ്രഹ്മത്തെ അനുഭവിക്കാൻ സാധിക്കും. ഒന്ന് മറ്റൊന്നതിനേക്കാൾ തരം താന്നതല്ല എന്നർത്ഥം. രണ്ടും വിശുദ്ധ സത്വമയം, രണ്ടും കേമം. അതാണ് വ്യക്താക്കുന്നത്. ആത്മൻ വിശ്വസൃജം അവിശ്വം ഭൂതേന്ദ്രിയാത്മകം ഏകം തേ അധഃ ഉപാശ്രിതഃ അസ്മി എന്നാണ്. അല്ലയോ ആത്മസ്വരൂപ, വിശ്വസൃജം ലോകത്തെ പ്രകാശിപ്പിക്കുന്നതും അവിശ്വം ലോകത്തിൽ നിന്ന് അന്യമായതും ഭൂതേന്ദ്രിയാത്മകം ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും കാരണസ്വരൂപമായതും ഏകം മുഖ്യമായതുമായ തേ അധഃ അങ്ങയുടെ ഈ രൂപത്തെ ഉപാശ്രിതഃ അസ്മി ഞാൻ ദാ സർവദാ ആശ്രയിച്ചു കൊള്ളുന്നു. അതാണ് താല്പര്യം. മായയ്ക്കതീതനായ അല്ലയോ പരമാത്മാവേ, അല്ലയോ ഭഗവാനെ, അതൊരു മറയുമില്ലാതെ പ്രകാശത്തോടുകൂടി ഭേദഭാവമില്ലാത്തതും കേവലം ആനന്ദമാത്രവുമായ അങ്ങയുടെ സ്വരൂപത്തെ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ ആദിനാരായണൻ, ഈ വിഷ്ണു സ്വരൂപത്തിൽ നിന്ന് വേറെയായി ഒന്നിനെയും ഞാൻ കാണുന്നില്ല. നിർഗുണസ്വരൂപവും സഗുണസ്വരൂപവും ഒന്നു തന്നെ. ആത്മസ്വരൂപനായ ഭഗവാനെ, ലോകത്തെ സൃഷ്ടിക്കുന്നതും ലോകങ്ങൾക്ക് അതീതമായതും പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും കാരണം അല്ലെങ്കിൽ കാരണസ്വരൂപമായിരിക്കുന്നത് ഏകനായ അങ്ങാണ് എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നു. അതാണ് പറയേണ്ട താല്പര്യം. പിന്നെ ചില കുതർക്ക ബുദ്ധികൾ അവ്യക്തഭാവനയാൽ
സഗുണബ്രഹ്മോപാസനയെ അനാദരിക്കാറുണ്ട്. സഗുണബ്രഹ്മത്തെ ആദരിക്കാൻ പാടില്ല, രൂപത്തോടു കൂടിയുള്ള ഭഗവാനെ സേവിക്കരുത് എന്നൊക്കെ പറയണവരുണ്ട്. അവരറിവില്ലാണ്ട് പറയുകയാണ് കേട്ടോ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഗുണത്തോട് കൂടിയതായതുകൊണ്ട് ആദ്യപടിയിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഗുണത്തോടു കൂടി തന്നെ ആരാധിക്കേണ്ടി വരും. രൂപം വേണം. രൂപമില്ലാത്ത ഒന്നിനെ ആരാധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ നിർഗുണ ബ്രഹ്മത്തെ സഗുണനായിട്ട് കണ്ട് ആരാധിക്കുന്നു. അങ്ങനെ ആ വഴിക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പം ബോധ്യവും എല്ലാം ഭഗവാൻ, രൂപത്തോട് കൂടിയിരിക്കുന്നത് രൂപം ഇല്ലാണ്ടിരിക്കുന്നതും ഒക്കെ ഭഗവാനാണ് എന്ന് ബോധ്യവും. ഇതാണ് കാണിക്കുന്നത്. അതാണ് 4-ാമത്തെ ശ്ലോകം. നോക്കാം. തദ്വാ ഇദം ഭുവനമംഗളമംഗളായ ധ്യാനേ സ്മനോദർശിതം ത ഉപാസകാനാം തസ്മൈ നമോ ഭഗവത്തെ അനുവിധേമ തുഭ്യം യോ നാദൃതോ നരകഭാഗ്ഭിഃ അസത്പ്രസംഗൈഃ. എന്താ പറയണത്? തദ്വാ ഇദം ഭുവനമംഗളമംഗളായ ധ്യാനേ സ്മനോദർശിതം ത ഉപാസകാനാം. ഭുവനമംഗള ഉപാസകാനാം നഃ മംഗളായ ധ്യാനേ സ്മ തേ ദർശിതം ഇദം തത് വൈ തസ്മൈ ഭഗവതേ തുഭ്യം നമഃ അനുവിധേമ യഃ അസത്പ്രസംഗൈഃ നരകഭാഗ്ഭിഃ അനാദൃതഃ. അലയോ ഭുവനമംഗള എന്ന് പറഞ്ഞാൽ വിശ്വകല്യാണ രൂപ, അലയോ ഭഗവാനെ, ഉപാസകാനാം നഃ മംഗളായ, ഉപാസന ചെയ്യുന്ന ഞങ്ങളുടെ നന്മയ്ക്കായിട്ട് ധ്യാനത്തിൽ മാത്രം അങ്ങയാൽ ദർശിപ്പിക്കപ്പെട്ട ഈ സ്വരൂപം തത് വൈ അതുതന്നെ, തസ്മൈ അപ്രകാരത്തിലുള്ള ഭഗവതേ അലയോ ഐശ്വര്യാദി ഗുണനിലയമായ അലയോ ഭഗവാനെ, തുഭ്യം അങ്ങേക്കായി നമഃ നമിക്കുന്നു, നമസ്കാരത്തെ, അനുവിധേമ തുടരെ ചെയ്യട്ടെ, വീണ്ടും വീണ്ടും നമസ്കരിക്കട്ടെ. യഹ അസത്പ്രസംഗൈഃ നരകഭാഗ്ഭിഃ അനാദൃതഃ. അസത്തുക്കളിൽ പ്രസക്തരായ, അസത്തുക്കളിൽ നിരീശ്വര കുതർക്കങ്ങളിൽ പ്രസക്തരായ നരകഭാഗ്ഭിഃ നരകാനുഭവികളാൽ അനാദൃതഃ ആദരിക്കപ്പെടാതെ ഇരിക്കുന്ന അങ്ങ്. അങ്ങയെ ആദരിക്കാത്തവർ നരകയാതന എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് ഇപ്പം വർണ്ണിച്ചത്. 3 ലോകങ്ങൾക്കും മംഗളം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അലയോ ഭഗവാനെ, അവിടുന്ന് എന്തിനാണിപ്പം ഇങ്ങനെ ഈ രൂപത്തിൽ നിൽക്കുന്നത് ചോദിച്ചാൽ ലോകമംഗളത്തിനായിട്ടാണ്. ഉപാസകനായ എനിക്ക് ധ്യാനത്തിൽ ഈ സ്വരൂപം അങ്ങ് പ്രകാശിപ്പിച്ചു തന്നത് ലോകമംഗളത്തിനായിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന അലയോ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ, ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ദുർജനങ്ങൾക്ക് ഒരിക്കലും അങ്ങയെ ആശ്രയിക്കാൻ തോന്നാറില്ല. അവർ അധർമ്മം ചെയ്ത് നരകഭാഗ്ഭിഃ എന്നാണ്, നരകത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായില്ലേ? 5-ാമത്തെ ശ്ലോകം. യേ തു ത്വദീയ ചരണാംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരൈഃ ശ്രുതിവാതനീതം ഭക്ത്യാ ഗൃഹീതചരണഃ പരയാ ച തേഷാം നാപൈഷി നാഥ ഹൃദയാംബുരുഹാത് സ്വപുംസാം. യേ തു ത്വദീയ ചരണാംബുജകോശഗന്ധം. അല്ലയോ ഭഗവാനെ, നാഥ അല്ലയോ രക്ഷിതാവേ, എല്ലാവരെയും രക്ഷിക്കുന്ന അല്ലയോ ഭഗവാനെ, അതാണ് നാഥ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ശ്രുതിവാതനീതം, വേദമാകുന്ന കാറ്റിനാൽ കൊണ്ടുവരപ്പെട്ട, ശ്രുതിവാതനീതം വേദമാകുന്ന കാറ്റിനാൽ കൊണ്ടുവരപ്പെട്ട ത്വദീയ ചരണാംബുജ കോശഗന്ധം, അങ്ങയുടെ പാദാരവിന്ദ പരിമളത്തെ, അങ്ങയുടെ ആ പാദാരവിന്ദ പരിമളത്തെ, സുഗന്ധത്തെ കർണവിവരൈഹി കർണദ്വാരങ്ങളിലൂടെ, ചെവികളിലൂടെ, യേ തു ജിഘ്രന്തി ആരൊക്കെയാണോ ഘ്രാണിക്കുന്നത്, സ്വപുംസാം തേഷാം ഹൃദയാംബുരുഹാത് ആ ഭക്തന്മാരായ അവരുടെ ആ ഹൃദയകമലത്തിൽ, പരയാ ഭക്തിയാച്ച
ഉത്കൃഷ്ടമായ ഭക്തിയാൽ തന്നെ ഗൃഹീതചരണ ന അപൈഷി, പിടിച്ചു നിർത്തപ്പെട്ട ഭഗവാന്റെ പാദത്തെ അവർ അങ്ങനെ പിടിച്ചു നിർത്തി ന അപൈഷി, അവരൊരിക്കലും അങ്ങ് വിട്ടുപോകില്ല. ഭഗവാനെ ആരാധിക്കുന്നവർക്കുണ്ടാവുന്ന ഗുണം, ആദരിക്കപ്പെടുന്നവരുടെ കാര്യം പറയുകയാണ്. ഭഗവാനെ ആദരിക്കുന്നവരുടെ അവസ്ഥ, ആദരിക്കാത്തവരുടെ അവസ്ഥ പറഞ്ഞു കുറച്ച് മുമ്പ്. നരകയാതന അനുഭവിക്കേണ്ടി വരുന്നുള്ളത്, അവർ നരകത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. ഇനി ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ കാര്യമോ അതാണ്. ശ്രുതിവാത നീതം, വേദവാക്യങ്ങളിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ട അവിടുത്തെ ആ മഹിമയെ കാതുകളിലൂടെ പാനം ചെയ്യാൻ സാധിക്കുന്ന ആ ഭക്തന്മാർ പിന്നെ ഒരിക്കലും അങ്ങയുടെ പാതാരബന്ധങ്ങളെ വിട്ടുപോകില്ല. അങ്ങയുടെ പാദം അവരുടെ മനസ്സിൽ ഒരിക്കലും അവർ മറക്കില്ല, ഉപേക്ഷിക്കില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തെ വിട്ട് അങ്ങും ഒരിക്കലും പോകുന്നില്ല. അങ്ങയുടെ ആ പാതാരബന്ധങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ഭയനിവൃത്തി ഉണ്ടാവുള്ളൂ. അതാണ് ഇനി വർണ്ണിക്കുന്നത് 6ാമത്തെ ശ്ലോകം. താവത് ഭയം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ച ലോഭഃ താവന്മമേതി അസദവഗ്രഹ ആർത്തിമൂലം യാവന്നതേഘ്രിമഭയം പ്രവൃണീതലോകഃ. താവത് ഭയം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം. താവത് ഭയം എന്താ പറയണത്? ലോകഃ യാവത് അഭയം തേ അഘ്രിം ന പ്രവൃണീത താവത് ദ്രവിണഗേഹേ സുഹൃന്നിമിത്തം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ഭയം ശോകഃ സ്പൃഹ പരിഭവഃ വിപുലഃ ലോഭഃ ച താവത് ആർത്തിമൂലം മേ ഇതി അസദവഗ്രഹഃ. ലോകം ഏതുവരെ ഭയനിർമുക്തമായ തേ അങ്ങയുടെ അഘ്രിം ആ പാദത്തെ ന പ്രവൃണീത ആശ്രയിക്കുന്നില്ലയോ. ലോകർ അങ്ങയുടെ പാദത്തെ ആശ്രയിക്കാത്തിടത്തോളം കാലം, അങ്ങയുടെ പാതാരബന്ധങ്ങളെ ആശ്രയിക്കാതിരുന്നാൽ താവത് അത്രയും കാലം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ഭയം, ധനം ഗൃഹം ബന്ധു ഇവരൊക്കെ കാരണമായിട്ട് ഭയം, ഭീതി, ശോക, ദുഃഖം, സ്പൃഹ, ആശ, പരിഭവം, ആശാഭംഗം, വിപുലഹ അതൊക്കെ അങ്ങനെ വർദ്ധിച്ചു വരിക. ലോഭഹാച ധനക്കൊതി, ധനത്തിനോടുള്ള മോഹം. താവത്ത് അതുവരേക്കും ആർത്തിമൂലം മമ ഇതി അസതവഗ്രഹ ദുഃഖഹേതുകമായ എൻ്റേതെന്നുള്ള മമ ഇതി എൻ്റെ എന്നുള്ള മമത അതുണ്ടാവും. ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാതിരിക്കുന്നിടത്തോളം കാലം മമത നമ്മളെ ബാധിക്കും. അങ്ങയുടെ പാതാരബന്ധങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ഭയം നീങ്ങുള്ളൂ. അങ്ങയുടെ പാതാരബന്ധത്തെ ആശ്രയിക്കാതിരുന്നാലോ ദുഃഖത്തിന് കാരണമായ ധനം, ഗൃഹം, ബന്ധുക്കൾ, ഇവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ദുഃഖം, നിരാശ അതൊക്കെ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ധനാശ കൂടും. എൻ്റെ എന്നുള്ള ആ ഒരു വിചാരം, മമതാബോധം അതിങ്ങനെ വർദ്ധിക്കും. ജീവന് അസ്വസ്ഥത ഉണ്ടാവും. എന്നാൽ ഭഗവാനെ ആശ്രയിച്ചാലോ എല്ലാ പാപവാസനകളും പെട്ടെന്ന് തന്നെ നശിക്കും. ദൈവേന തേ ഹതധിയോ ഭവത പ്രസംഗാത് സർവാശുഭോപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലവായ ദീനാ ലോഭാഭിഭൂതമനസഃ അകുശലാനി ശശ്വത് ദൈവേന തേ ഹതധിയോ ഭവത പ്രസംഗാത് സർവാശുഭോപശമനാത് ഭവതഃ പ്രസംഗാത്. എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന അങ്ങയുടെ ആ കഥാശ്രവണം കൊണ്ട്, ആ പ്രസംഗാത് കഥാശ്രവണ കീർത്തനാദി വിഷയകമായ ആ പ്രസക്തിയിൽ നിന്ന് വിമുഖേന്ദ്രിയാഹ മാറി നിന്നാൽ, ഏതേ അങ്ങനെ മാറി നിൽക്കുന്നവർ യാതൊരുവരാണോ അവർ ദൈവേന വിധി കൊണ്ട് അല്ലെങ്കിൽ അദൃഷ്ടശക്തിയാൽ അവരുടെ കർമ്മം കൊണ്ട് തന്നെ ഹതധിയ നഷ്ടപ്രജ്ഞരാകുന്നു, അറിവില്ലാത്തവരായിട്ട് മാറുന്നു. കാമസുഖലേശലവായ കാമസുഖത്തിൻ്റെ അതിതുച്ഛമായ അംശത്തിന് വേണ്ടി, ആ തുച്ഛമായ സുഖത്തിന് വേണ്ടി ലോഭാഭിഭൂത മനസഃ ദീനാഹ അകുശലാനി ശശ്വത് കുർവന്തി. പ്രശസ്തി ആർജിച്ച് പണം
പ്രശസ്തി ആർജിക്കാൻ വേണ്ടി പണവും പബ്ലിസിറ്റിയും ഇതിനു വേണ്ടിയിട്ട് അവരങ്ങനെ കഷ്ടപ്പെടുക. ദീനാഹ, ആ കൃപണന്മാർ, അകുശലാനി, അവർക്ക് ഉയർച്ച ഭാവിയിൽ ഒരിക്കലും കൊടുക്കാത്ത വിഷയങ്ങളുടെ പിന്നാലെ, ശശ്വത്, ഏത് കാലവും അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഭാവിയിൽ കുഴി ചാടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാനെ മറന്നിട്ടെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവേന തേ ഹതധിയോ ഭവത പ്രസംഗാത്. അതാണ് പറഞ്ഞിച്ചത്. ഭഗവാനെ ആശ്രയിച്ചാൽ പാപവാസനകൾ അതിവേഗം നശിക്കും. പക്ഷെ എന്തു ചെയ്യാം? പ്രാരബ്ധത്തിൻ്റെ ശക്തി കൊണ്ട് ആ ഭഗവാനെ ആശ്രയിക്കാൻ തോന്നാതെ അധികം പേരും നിസ്സാര സുഖത്തിൻ്റെ പിന്നാലെ ഓടി ഓടി അത് സമ്പാദിക്കാനായിട്ട് വലിയ രാജാവിനെ കണ്ടിട്ട് പതിര് ചോദിക്കുക, ഇങ്ങനെ തുച്ഛങ്ങളായിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് പാപം ചെയ്ത് കഴിയണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷുത്രത്രിധാതുഭിരിമാ മുഹുരർദ്യമാനാഃ ശീതോഷ്ണവാതവർഷൈഃ ഇതരേതരാച്ച കാമാഗ്നിനാച്യുതരുഷാ ച സുദുർഭരേണ സമ്പശ്യതോ മന ഉരുക്രമാ സീദതേ മേ. ക്ഷുത് ത്രിട്ട് ത്രിധാതുഭിരിമാ. എന്താ പറയണത്? ക്ഷുത്രിട്, വിശപ്പ്, ദാഹം, പിന്നെ വാതപിത്ത കഫങ്ങളാലും, ശീതോഷ്ണവാതവർഷൈഹി, തണുപ്പ്, ചൂട്, കാറ്റ്, മഴ, ഇതുകൊണ്ടൊക്കെ, ഇതരേതരാത്, അന്യോന്യമുള്ള, കാമാഗ്നിന, തീ കൊണ്ട്, സുദുർഭരേണ, ഒരിക്കലും പുറത്തുകൂടാത്ത, അച്യുതരുഷാ മുഹുഹു അർദ്യമാന, തീരാത്ത ആ കോപത്താലും, മുഹുഹു, അടിക്കടി, വീണ്ടും വീണ്ടും, അർദ്യമാനാഹ, എന്താ പീഡിതരായിട്ട് കഴിയുക, വേദന അനുഭവിക്കുക. ഇമാഹ, ഇങ്ങനെയുള്ള ഈ ഒരു പ്രജകളെ, സമ്പശ്യതഃ മേ മനഃ സിതതെ, ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പ്രജകളെ കണ്ടിട്ട് എൻ്റെ മനസ്സ് ഭഗവാനെ തളരുന്നു. സംസാരത്തിലെ ജീവന്മാർ ക്ഷുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിശപ്പ്, അതുപോലെ ത്രിട്, ദാഹം, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വിഷമിച്ച്, തണുപ്പ്, ചൂട്, കാറ്റ്, മഴ, ഇതുകൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവരാണ്. അഗ്നിയെപ്പോലെ, തീനെപ്പോലെ ഒരിക്കലും തൃപ്തി വരാത്ത കാമം കൊണ്ട്, എത്ര അനുഭവിച്ചിട്ടും പോരാ 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 എന്നുള്ള വിചാരം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഈ ജീവജാലങ്ങളെ കണ്ടിട്ട് എനിക്കെന്ത് തോന്നുന്നു? കാരുണ്യം, അനുകമ്പ കൊണ്ട് എൻ്റെ മനസ്സ് വല്ലാതെ വ്യാകുലമായിത്തീരുന്നു ഭഗവാനെ എന്ന് ബ്രഹ്മാവ് പറയണം. ഈ സംസാരം പരമാർത്ഥമല്ലല്ലോ. ആ നിലയ്ക്ക് സംസാരതാപം അനുഭവിക്കുന്നവരെ ഓർത്തിട്ട് എന്തിനാണ് വിഷാദിക്കുന്നത്? എന്തിനാണ് ദുഃഖിക്കുന്നത്? ഈ ചോദ്യത്തെ സ്വയം ആശങ്കിച്ചുകൊണ്ട് പറയാണ് ബ്രഹ്മാവ്. അതാണ് 9ാമത്തെ ശ്ലോകം. എന്താ പറയുന്നത്? യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥമായാബലം ഭഗവതോ ജന ഈശ പശ്യേത് താവന്ന സംസൃതിരസൗ പ്രതിസംക്രമേത വ്യർത്ഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥ. ഈശ, അല്ലയോ ഭഗവാനെ, ഭഗവതഃ ഇന്ദ്രിയാർത്ഥമായാബലം ആത്മനഃ ഇദം പൃഥക്ത്വം ജനഃ യാവത് പശ്യേത് താവത് അസൗ സംസൃതിഃ ന പ്രതിസംക്രമേത വ്യർത്ഥാ അപി ക്രിയാർത്ഥ ദുഃഖനിവഹം വഹതി. ഈശ, അല്ലയോ ഭഗവാനെ, ഈ പ്രപഞ്ചം സത്യമല്ലല്ലോ, അതുകൊണ്ട് ഈ പ്രപഞ്ച ദുഃഖം ആലോചിച്ചെന്തിനാ വിഷമിക്കണമെന്നാണെങ്കിൽ, ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. അത് അങ്ങയുടെ മായാബലം കൊണ്ട് എത്ര കാലം സത്യമായി തോന്നുന്നു അത്രയും കാലം ദുഃഖം ഉണ്ടാവില്ലേ? അങ്ങയുടെ മായാബലം കൊണ്ട് സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആത്മാവിൽ നിന്ന് വേറെയായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം, ഈ പ്രപഞ്ചത്തെ വേറെ, താൻ വേറെ ഇങ്ങനെ കാണുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചം പരമാർത്ഥത്തിൽ സത്യമല്ലെങ്കിലും അവ കർമ്മഫലത്തെയും ദുഃഖത്തെയും നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ ഇന്ദ്രിയാർത്ഥ രൂപത്തിലുള്ള മായയുടെ ബലം കൊണ്ട് തൻ്റെ ഈ വ്യക്തിഭേദത്തെ ജീവലോകം എത്ര കാലത്തോളം കണ്ടുകൊണ്ടിരിക്കുമോ? ജ്ഞാനമുദിക്കും വരെ ഇത് കണ്ടുകൊണ്ടിരിക്കും. ജ്ഞാനമുദിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു. പക്ഷേ ജ്ഞാനമുദിക്കും വരെ ഇത് കണ്ടുകൊണ്ടിരിക്കും. അത്രയും കാലം അസൗ സംസൃതി, അത്രയും കാലം ഈ സംസാരം
ന പ്രതിസംക്രമേത, വിട്ടൊഴിഞ്ഞു പോവില്ല. വ്യർത്ഥ അഭി, പരമാർത്ഥമല്ല, ശരിയാണ്, സ്വപ്നം എന്നുള്ളൊരു കാര്യം പരമാർത്ഥമല്ല എങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് വിഷമല്ലേ. വിഷമിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ സ്വപ്നമില്ലാത്തതാണെന്ന് കരുതിയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദുഃഖം നീങ്ങുമോ? ഇല്ല, ഉണരേണ്ടത് വരെ സ്വപ്നമുണ്ട്. വ്യർത്ഥാപി, വാസ്തവത്തിൽ ഈ പ്രപഞ്ചം പരമാർത്ഥമല്ലെങ്കിൽ കൂടി ക്രിയാർത്ഥ ദുഃഖനിവഹം വഹതി, കർമ്മഫലത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ദുഃഖനിവഹം വഹതി, ദുഃഖസഞ്ചയത്തെ ചുമന്നുകൊണ്ട് നിൽക്കും. അതാണ് വർണ്ണിച്ചത്. അന്യാപൃതാർത്ഥകരണ നിശിനിശ്ചയാന നാനാ മനോരഥധിയ ക്ഷണഭഗ്നനിദ്രാഹ ദൈവാഹതാർത്ഥരചന ഋഷയോപി ദേവാ യുഷ്മത്പ്രസംഗവിമുഖാ ഇഹ സംസരന്തി. എന്താ പറയണത്? അന്യാപൃതാർത്ഥകരണ നിശിനിശ്ചയാന, അല്ലയോ ഭഗവാനെ, ദേവ ഋഷയാഃ അപി യുഷ്മത്പ്രസംഗവിമുഖ അന്ഹി ആപൃതാർത്ഥകരണാഃ നിശി നിശ്ചയാനാഃ നാനാമനോരഥിയ ക്ഷണഭഗ്നനിദ്രാഃ ദൈവാഹതാർത്ഥരചന ഇഹ സംസരന്തി. അല്ലയോ ഭഗവാൻ, ഋഷിമാർ പോലും യുഷ്മത്പ്രസംഗവിമുഖാഃ, അങ്ങയെ സംബന്ധിച്ചുള്ള ആ ആസക്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് പരാങ്മുഖരായി എങ്കിൽ ആണ്. അന്ഹി, പകൽ മുഴുവൻ, ആപൃതാർത്ഥകരണാഹ, പലതരത്തിലുള്ള കർമ്മങ്ങളിൽ വ്യാപരിച്ച്, പലവിധ കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടും രാത്രി നിശ്ചയാന, രാത്രി ക്ഷീണിച്ച് ഉറങ്ങാൻ കിടന്നാലും നാനാമനോരഥധിയ, പലതരത്തിലുള്ള മനോരാജ്യങ്ങളെ കൊണ്ട് അവർക്ക് ഉറക്കം വരുന്നില്ല, എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ്. ഇനി അങ്ങനെ ഉറങ്ങിയാലോ? രാത്രി ക്ഷീണിച്ച് ഉറങ്ങാൻ കിടന്നാലും പലവിധ മനോരാജ്യങ്ങളെ കൊണ്ട് ഉറക്കത്തിൻ്റെ കൂടെ ദുസ്വപ്നവും, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഇല്ലാണ്ടിയാവുന്നു. ഇതൊക്കെ എന്താ ചോദിച്ചാൽ ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഭക്തി ഇല്ലെങ്കിൽ വലിയ യോഗ്യന്മാരായ ഋഷിമാരായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഋഷികൾക്ക് പോലും ഭക്തി ഇല്ലെങ്കിൽ ഈ സംസാരത്തിൽ അവർക്ക് പെടേണ്ടി വരും. ജനനമരണ സ്വരൂപേണ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഋഷിമാർ പോലും. ഋഷയഃ അപി യുഷ്മത്പ്രസംഗവിമുഖ, ഋഷിമാരാണെങ്കിൽ പോലും അങ്ങയെ ശ്രദ്ധിക്കാതിരുന്നാൽ, അങ്ങയിൽ ഭക്തി വയ്ക്കാതിരുന്നാൽ, അവരും പുറമേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ, അവരും വിഷയത്തിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങിയാൽ ഋഷിയായിട്ടൊന്നും കാര്യമില്ല, ദുഃഖിക്കേണ്ടി വരുന്ന അർത്ഥം. ത്വം ഭാവയോഗപരിഭാവിതഹൃത്സരോജ ആസ്സേ ശ്രുതേക്ഷിതപഥോ നനു നാഥ പുംസാം യദ്യദ്ധിയാത ഉരുഗായ വിഭാവയന്തി തത്തദ്വപുഃ പ്രണയസേ സദനുഗ്രഹായ. എന്താ പറയണത്? ത്വം ഭാവയോഗപരിഭാവിതഹൃത്സരോജ ആസ്സേ, നാഥ, അല്ലയോ നാഥ, പുംസാം ഭാവയോഗപരിഭാവിതഹൃത്സരോജേ ശ്രുതേക്ഷിതപഥഃ ത്വം ആസ്സേ നനു. അല്ലയോ നാഥ, അല്ലയോ ഭഗവാനെ, പുംസാം, ജനങ്ങളുടെ, ഭക്തരുടെ എന്നർത്ഥം. ഭാവയോഗ പരിഭാവിത ഹൃത്സരോജേ, ഭക്തിയോഗം വഴിക്ക് ശുദ്ധമായ ആ ഹൃദയപത്മത്തിൽ, ആ ഹൃദയമാകുന്ന താമരയിൽ, ശ്രുതേക്ഷിത പഥ, ശ്രവണാദികളാൽ ശാസ്ത്രമൊക്കെ വേണ്ടതുപോലെ കേട്ട് മനസ്സിലാക്കിയ മാർഗത്തോടു കൂടിയവനായ ത്വം, അങ്ങ്, ശ്രവണാദികളാൽ ധരിക്കപ്പെട്ട മാർഗത്തോടു കൂടിയവനായ അങ്ങ്, ആസ്സേ നനു, ഇരിക്കുന്നുണ്ടല്ലോ, സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ഉരുഗായത്തെ ധിയ യത് യത് വിഭാവയന്തി തത് തത് വപുഹു സദനുഗ്രഹായ പ്രണയസേ. ഉരുഗായ എന്ന് പറഞ്ഞാൽ പല പ്രകാരം കീർത്തിക്കുന്നവനെ, പലതരത്തിൽ പാടിപ്പുകഴ്ത്തുന്നവനെ. ഹേ തേ ധിയ, യത് യത്, അവർ മനസ്സാൽ ഏതായിട്ട് ധ്യാനിക്കുന്നുവോ അതാത് രൂപത്തെ സദനുഗ്രഹായ പ്രണയസേ, ഭക്തന്മാർക്ക് അവരെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് ആവിഷ്കരിക്കുന്നു. അങ്ങയുടെ ആ കേമത്വത്തെ, മാഹാത്മ്യത്തെ ശ്രദ്ധയോടെ കേൾക്കാൻ കഴിഞ്ഞാൽ ഭക്തി വളർന്ന് നിർമ്മലരായ അവരുടെ ആ ഹൃദയ താമരയിൽ അങ്ങ് പ്രകാശിക്കുന്നു. ഭക്തന്മാർ അവരുടെ മനസ്സുകൊണ്ട് ഏതേത് രൂപത്തെയാണോ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്,
അല്ലെങ്കിൽ അവർ ഏത് രൂപത്തെയാണോ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ അവരെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് വരുന്നു, അവർക്ക് ദർശനം കൊടുക്കുന്നു. അതാണ് താല്പര്യം. നാതിപ്രസീദതി തഥോപചിതോപചാരൈ. അടുത്ത ശ്ലോകം. നാതിപ്രസീദതി തഥോപചിതോപചാരൈ ആരാധിതഃ സുരഗണൈഃ ഹൃദി ബദ്ധകാമൈഃ യത്സർവഭൂതദയയാ സദലഭ്യയൈകോ നാനാജനേഷ്വവഹിതഃ സുഹൃദന്തരാത്മാ നാതിപ്രസീദതി തഥോപചിതോപചാരൈഃ ആരാധിതഃ സുരഗണൈർഹൃതി ബദ്ധകാമൈഃ. എന്താ പറയണത്? നാനാജനേഷു അവഹിതഃ സുഹൃത് അന്തരാത്മാ ഏകഃ അസദലഭ്യയാ സർവഭൂതദയയാ യത് അതിപ്രസീദതി തഥാ ഹൃദി ബദ്ധകാമൈഃ സുരഗണൈഃ ഉപചിതോപചാരൈഃ ആരാധിതഃ. നാനാജനേഷു അവഹിതഃ സുഹൃത്ത് അന്തരാത്മാ ഏകഃ. നാനാജനേഷു നാനാ പ്രാണികളിൽ, പലതരത്തിലുള്ള ജീവജാലങ്ങളിൽ അവഹിതഃ ഇരിക്കുന്ന, സുഹൃത്ത് അന്തരാത്മാ ഏകഃ ഉറ്റബന്ധുവായി അന്തര്യാമിയായി ഏകനായിരിക്കുന്ന അങ്ങ് അസദലഭ്യയാ അസത്തുക്കൾക്ക് അലഭ്യനായവനാണ്. അസത്തുക്കൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം ഭക്തി ഇല്ലാത്തവർക്ക് അങ്ങ് അദൃശ്യനാണ്. ഭക്തന്മാർക്ക് അങ്ങയെ കാണാൻ സാധിക്കുന്നു. ഭക്തിയുള്ളവർക്ക് അങ്ങയെ ഏത് രൂപത്തിൽ അവർ ആരാധിക്കുന്നു ആ രൂപത്തിൽ അങ്ങ് ദർശനം കൊടുക്കുന്നു. എന്നാൽ ദുർജനങ്ങൾക്കോ അങ്ങയെ കിട്ടൽ പ്രയാസമാണ്, അങ്ങയെ ലഭിക്കാൻ അവർക്ക് പ്രയാസമാണ്. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ സന്തോഷിക്കുന്നത് അത് പറയുകയാണ്. എല്ലാവരിലുമുള്ള ദയ, നമ്മുടെ സകലരോടും ദയ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളോട് സന്തോഷിക്കും. നമുക്ക് ദയയുള്ളവരാവുക, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരോടും നമ്മൾ ദയയുള്ളവരായാൽ അപ്രകാരമുള്ള ദയ കൊണ്ട് സന്തോഷിക്കുന്നത് പോലെ ഭഗവാൻ പലവിധ ആഗ്രഹങ്ങൾ സാധിക്കാനായി യാഗങ്ങൾ ചെയ്യുന്നവരോട് സന്തോഷിക്കാറില്ല. പല യാഗങ്ങളും ചെയ്ത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിച്ച് ദേവന്മാരെ പൂജിക്കുന്നത് കൊണ്ടോ മറ്റ് പല ചടങ്ങുകൾ ചെയ്യുന്നത് കൊണ്ടോ ഭഗവാൻ സന്തോഷിക്കുന്നില്ല എന്നർത്ഥം. സകല ജീവജാലങ്ങളിലും ദയ വളർത്തലാണ് അങ്ങയെ സന്തോഷിപ്പിക്കാനുള്ള സുഗമമായ അനുഷ്ഠാനം. അവിടുന്ന് എല്ലാവരുടെയും അന്തരാത്മാവും സുഹൃത്തുമാണല്ലോ. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. നാനാജനേഷു അവഹിതഃ സുഹൃത്ത് അന്തരാത്മാ ഏകഃ അസദലഭ്യയാ സർവഭൂതദയയാ. സകല ജീവജാലങ്ങളിലും അനുകമ്പ ഉണ്ടാവുക, പ്രേമമുണ്ടാവുക. അതുപോലെ ഭഗവാൻ മറ്റൊരു ചടങ്ങ് കൊണ്ട് സന്തോഷിക്കുന്നില്ല. യത് അതിപ്രസിദ്ധി തഥാ, എപ്രകാരം ഭഗവാൻ സന്തോഷിക്കുന്നുവോ അതുപോലെ ബദ്ധകാമൈഃ സുരഗണൈഃ ഉപചിതോപചാരൈഃ ആരാധിതഃ. അപ്രകാരം ഭഗവാൻ ഹൃദി മനസ്സിൽ ബദ്ധകാമൈഃ കാമത്തോടുകൂടി ആഗ്രഹത്താൽ ബന്ധപ്പെട്ടവനായി അല്ലെങ്കിൽ ബന്ധനം ചെയ്യപ്പെട്ടവനായ ആഗ്രഹങ്ങളുള്ള ആഗ്രഹത്തോടുകൂടി സുരഗണൈഃ ദേവന്മാരെ പൂജിക്കുക. പലതരത്തിലുള്ള വലിയ പൂജയൊക്കെ ചെയ്ത് ദേവന്മാരെ ആരാധിക്കുക. എന്തിന്? മനഃശാന്തിക്കല്ല, മോക്ഷത്തിനല്ല, നേരെ മറിച്ച് തുച്ഛങ്ങളായ ഭോഗങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ആരാധിക്കുന്ന ആരാധന കൊണ്ട് ഭഗവാൻ അങ്ങനെ സന്തോഷിക്കുന്നില്ല എന്നർത്ഥം. ജീവജാലങ്ങളോടുള്ള അനുകമ്പ കൊണ്ട് സന്തോഷിക്കുന്നവനാണ് ഭഗവാൻ എന്നാണ് താല്പര്യം. വ്യക്തമായില്ലേ? ഇനി ആ ആശയം മനസ്സിലാക്കിയിട്ട് ശ്ലോകം ഒന്ന് വായിച്ചാൽ നമുക്ക് എളുപ്പം കിട്ടും. അതിപ്രസീദതി, ഭഗവാൻ അങ്ങനെ വല്ലാണ്ട് സന്തോഷിക്കുന്നില്ല. ആരോട്? തഥോപചിതോപചാരൈഃ ആരാധിതഃ സുരഗണൈഃ ഹൃദി ബദ്ധകാമൈഃ. ബദ്ധകാമന്മാരായി ആഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ടവരായി തുച്ഛങ്ങളായ ഭോഗങ്ങൾക്ക് വേണ്ടി സുരഗണൈഃ ദേവന്മാരെ ആരാധിക്കുന്നവരോട് ഭഗവാൻ അങ്ങനെ വല്ലാണ്ട് സന്തോഷിക്കുന്നില്ല. ഏതുപോലെ സന്തോഷിക്കില്ല? യത് സർവഭൂതദയയാ അസദലഭ്യൈകോ നാനാജനേഷു അവഹിതഃ സുഹൃത് അന്തരാത്മാ. എല്ലാവരുടെയും സുഹൃത്തും അന്തരാത്മാവുമായിരിക്കുന്ന ആ ഭഗവാനിൽ ഭക്തി വെച്ച് സജ്ജനങ്ങളോടൊന്നില്ല, സകല ജീവജാലങ്ങളോടും അനുകമ്പയുള്ളവർ, എല്ലാവരും നേരെയാവണമെന്ന് ആഗ്രഹിച്ച് ദയോടുകൂടി ഈ ലോകത്ത് സഞ്ചരിക്കുന്നവരോട് സന്തോഷിക്കുന്നത് പോലെ ഭഗവാൻ തുച്ഛങ്ങളായ ഭോഗങ്ങൾക്ക് വേണ്ടി വലിയ യാഗം ചെയ്യുന്നവരോട് സന്തോഷിക്കാറില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. നോക്കാം അടുത്ത ശ്ലോകം.
പുംസാം അതോ വിവിധകർമ്മഭിരധ്വരാദ്യൈः ദാനേന ചോഗ്രതപസാ വ്രതചര്യയാ ച ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിതഃ കർഹിചിത് ധ്രിയത്തെ ന യത്ര. പുംസാം അതഃ, അതാണ് അതഃ പുംസാം അധ്വരാദ്യൈः വിവിധകർമ്മഭിः ദാനേന ച ഉഗ്രതപസാ വ്രതചര്യയാ ച ഭഗവതഃ തവ ആരാധനം സത്ക്രിയാർത്ഥഃ യത്ര അർപ്പിതഃ ധർമ്മഃ കർഹിചിത് ന ഹ്രിയത്തെ. അന്വയാണ് വായിച്ചത്. അന്വയം വായിക്കുമ്പോൾ എളുപ്പത്തിൽ അർത്ഥം മനസ്സിലാവും. എന്താ പറയണത്? അതഃ പുംസാം അധ്വരാദ്യൈः വിവിധകർമ്മഭിः ദാനേന ച ഉഗ്രതപസാ വ്രതചര്യയാ ച. എന്താ ഈ ശ്ലോകത്തിൽ പറയണത്? യാഗങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും തപസ് കൊണ്ടും പലതരത്തിലുള്ള വ്രതാനുഷ്ഠാനം കൊണ്ടും ഭഗവാനെ ആരാധിക്കുകയാണ് വേണ്ടത്. നിന്തിരുവടിയെ, അങ്ങയെ ആരാധിക്കുകയാണ് വേണ്ടത്. തുച്ഛങ്ങളായ ഭോഗങ്ങൾ കിട്ടാനല്ല, അങ്ങയെ കിട്ടാനാണ് ആരാധിക്കേണ്ടത്. അതാണ് ഉത്തമമായ ക്രിയാഫലം. അങ്ങയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കർമ്മവും നിഷ്ഫലമാവില്ല. ഭഗവാനിൽ സമർപ്പിക്കലാണ് മുഖ്യം. അതല്ലാതെ തുച്ഛങ്ങളായ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അധികാരത്തിനോ പണത്തിനോ വേണ്ടി ഭജിക്കല്ല വേണ്ടതെന്നർത്ഥം. അതാണ് താല്പര്യം. അതഃ പുംസാം അധ്വരാദ്യൈः വിവിധകർമ്മഭിः യാഗാദികളായ നാനാകർമ്മങ്ങൾ കൊണ്ടും ദാനേന ച ദാനം കൊണ്ടും ഉഗ്രതപസ കഠിനമായ തപസ്സുകൊണ്ടും വ്രതചര്യയ വ്രതാനുഷ്ഠാനം കൊണ്ടും ഭഗവതഃ തവ ആരാധനം സത്ക്രിയാർത്ഥഃ സർവൈശ്വര്യനിധിയായ അങ്ങയുടെ ഉപാസന മാത്രമാണ് ഉത്തമമായ ക്രിയാഫലം. അങ്ങയെ ആരാധിക്കുകയാണ് വേണ്ടത്. അങ്ങയെ കിട്ടലാണ് പ്രധാന ലക്ഷ്യം. അതാണ് ക്രിയാഫലം. എത്ര അർപ്പിതഃ ധർമ്മഃ കർഹിചിത് ന ഹ്രിയത്തെ. അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടതായ സൽക്കർമ്മം ഒരിക്കലും എന്ത് ചെയ്യില്ല, പാഴാവില്ല, അത് വെറുതെ ആവില്ല. ഭേദഭാവന പോവാതെ ഒരിക്കലും ജീവന് സംസാരത്തിൽ നിന്ന് മോചനമില്ല. ആ ഭേദഭാവന പോവാനാണ് എല്ലാ കർമ്മങ്ങളും. സർവകർമ്മ ഫലങ്ങളും ഭഗവാനിൽ സമർപ്പിക്കലാണ് ആ ഭേദഭാവന പോവാനുള്ള വഴി. എല്ലാവരിലും ഇരിക്കുന്നതായ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി എല്ലാത്തിനെയും സ്നേഹിക്കുക. അതാണിപ്പം ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത്. ഇനി ബ്രഹ്മാവ് താഴെയുള്ള 8 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ്. അതാണ് 14ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ശശ്വത്സ്വരൂപമഹസൈവ നിപീതഭേദമോഹായ ബോധദിഷണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായ തേ നമ ഇദം ചകൃമേശ്വരായ. എന്താ പറയണത്? ശശ്വത്സ്വരൂപമഹസ ഏവ നിപീതഭേദമോഹായ ബോധദിഷണായ പരസ്മൈ നമഃ. എന്താ പറയണത്? എന്നെന്നും തൻ്റെ സ്വകീയ രൂപചൈതന്യത്താൽ തന്നെ നിപീതഭേദമോഹായ അകറ്റപ്പെട്ടിരിക്കുന്ന ഭേദവിഭ്രാന്തിയോടുകൂടിയവനും ബോധദിഷണായ ബോധമാവുന്ന വിദ്യാശക്തിയോടുകൂടിയവനുമായ പരസ്മൈ നമഃ പരമപുരുഷന് നമസ്കാരം. എപ്പോഴും തൻ്റെ സ്വരൂപ ചൈതന്യം കൊണ്ട് തന്നെ ഭേദവിഭ്രമങ്ങൾ നിശേഷം അകന്നവനും, നിരസ്തകുഹകം എന്ന് ഭാഗവത്തിൽ ആദ്യം പറഞ്ഞല്ലോ. ഭേദവിഭ്രമങ്ങൾ തൻ്റെ ചൈതന്യത്താൽ നിശേഷം ഇല്ലാതെയാക്കിയവനും ജ്ഞാനശക്തിയോടുകൂടിയവനും പരമപുരുഷനുമായ അങ്ങേക്ക് നമസ്കാരം. വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ നിമിത്തലീലാരാസായ ഹേതുഭൂതമായ മായാവിലാസത്തിൻ്റെ വിളയാട്ടം ചേർന്നവനും ഈശ്വരായത്തെ ഇതം നമഃ ചകൃമ. ഇതം നമഃ ചകൃമ. ചകൃമേശ്വരായ എന്ന് പറഞ്ഞാൽ ചകൃമ ഈശ്വരായ 2 പദങ്ങളാണ്. ഒരുമിച്ചായപ്പോൾ ചകൃമേശ്വരായ എന്നായതാണ്. ചകൃമ എന്ന് പറഞ്ഞാൽ ക്രിയാപദമാണ്, അർപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. ഈശ്വരായത്തെ ഇതം നമഃ ചകൃമ. സർവനിയന്താവായിരിക്കുന്ന അങ്ങേക്ക് ഇതാ നമസ്കാരത്തെ അർപ്പിച്ചിരിക്കുന്നു. ഈശ്വരായ എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്ന അങ്ങേക്ക് ഞാനിതാ എൻ്റെ നമസ്കാരത്തെ അർപ്പിക്കുന്നു. ഇനി പറയാണ്, മരണസമയത്ത് പരവശനായിട്ടെങ്കിലും അവിടുത്തെ ഗുണങ്ങൾ, ലീലകൾ, ആ ലീലകളെയൊക്കെ സൂചിപ്പിക്കുന്ന അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കാൻ സാധിച്ചാൽ അവർ അനേക ജന്മങ്ങളിലായി ചെയ്തു കൂട്ടിയ
പാപത്തിൽ നിന്ന് ദുഷ്കർമ്മവാസനകളെ മുഴുവൻ നശിപ്പിച്ച് ആ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അത് സൂചിപ്പിക്കാൻ അടുത്ത ശ്ലോകം. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേ സുവിഗമേ വിവശാ ഗൃണന്തി തേനൈകജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്ത്യപാവൃതമൃതം തമജം പ്രപദ്യേ. യസ്യ അവതാര ഗുണകർമ്മസു വിഡംബനാനി, യാതൊരു ഭഗവാന്റെ അവതാരലീലകളെ പ്രവൃത്തികളെയൊക്കെ നാമാനി അസുവിഗമേ, തിരുനാമങ്ങളെ പ്രാണപ്രയാണ സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത്, മരണമടുത്തിരിക്കുന്ന സമയത്ത്, യേ വിവശാഹ ഗൃണന്തി, ആരാണോ വിവശനായിട്ടെങ്കിലും വയ്യാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്തെങ്കിലും ഉച്ചരിക്കുന്നത്, തേ സഹസായവ, അവർ പെട്ടെന്ന് തന്നെ നൈകജന്മശമലം, അനവധി ജന്മങ്ങളിലായിട്ട് ആർജിച്ച ദുഷ്കൃതത്തെ പാപത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് അപാവൃതം ഋതം സംയാന്തി, അപാവൃതം ആവരണമില്ലാത്ത, കളങ്കമില്ലാത്ത, മറയില്ലാത്ത ആ ഋതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, സത്യബ്രഹ്മത്തെ സംയാന്തി പ്രാപിക്കുന്നു. തം അജം പ്രപദ്യേ, അങ്ങനെ ഇരിക്കുന്ന ആ അജനായ ഭഗവാന്, അജൻ എന്ന് പറഞ്ഞാൽ ജന്മരഹിതൻ, അതുകൊണ്ട് മരണവുമില്ല എന്നുമുള്ളവൻ, അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തെ പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. പിന്നെന്താ പറയണത്? എന്നിട്ട് പറയാണ്, ആ ഒരേ ഭഗവാൻ തന്നെയാണ് ഇവിടെ ബ്രഹ്മാവായും ശിവനായും വിഷ്ണുവായും ഇരിക്കുന്നത്. ബ്രഹ്മാവായിട്ടും വിഷ്ണുദേവനായിട്ടും ശിവനായിട്ടും ഇരിക്കുന്നത് ആ ഏകനായ പരമാത്മാവ് തന്നെ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി 3 വേഷം കെട്ടി കളിക്കുകയാണ് ആ പരബ്രഹ്മം. ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷസ്വരൂപേണ വിളങ്ങുന്ന അല്ലയോ പരബ്രഹ്മമേ, അങ്ങേക്ക് നമസ്കാരം. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യോ വാ അഹം ച ഗിരിശശ്ച വിഭുസ്വയം ച സ്ഥിത്യുദ്ഭവ പ്രളയഹേതവ ആത്മമൂലം ഭിത്വാ ത്രിപാദ്വവൃഥ ഏക ഉരുപ്രരോഹ തസ്മൈ നമോ ഭഗവത്തെ ഭുവനദ്രുമായ. ഭുവനദ്രുമായ ഭഗവത്തെ നമഃ. ഭുവനദ്രുമം, ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം, ഭുവനം എന്ന് പറഞ്ഞാൽ വിശ്വം, ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചവൃക്ഷമായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഈ പ്രപഞ്ചം ഭഗവാന്റെ വിശ്വരൂപമാണ്, ഭഗവാന്റെ വിരാട് രൂപം. ഇത് ഭഗവാൻ തന്നെയാണ്, വിശ്വം വിഷ്ണു, അത് മറക്കാണ്ടിരിക്കുക. ഏകഹ യഹ വൈ, ഒന്നു മാത്രമായ ഏകനായ ആ ഭഗവാൻ തന്നെ ആത്മമൂലം ഭിത്വ സ്ഥിത്യുദ്ഭവ പ്രളയഹേതവ വിഭു ച അഹം ച ഗിരിശഃ ച. ആ ഏകനായ പരബ്രഹ്മൻ തന്നെ തൻ്റെ മൂലപ്രകൃതിയെ സത്വാദി ഗുണത്രയ ഭേദേന പിരിച്ച് ആ പരബ്രഹ്മൻ തന്നെ രസിക്കാൻ വേണ്ടി, കഥാരൂപത്തിൽ പറയുമ്പം ഒന്ന് ഒരു സത്സംഗത്തിന് വേണ്ടി 3ആയി മാറി. ആദ്യം ആ പരബ്രഹ്മൻ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയും സൃഷ്ടിക്ക് വേണ്ടിയിട്ടും സംഹാരത്തിന് വേണ്ടിയിട്ടും വിഷ്ണുവും ജ്ഞാനായും ശിവനായും, ഇത് ബ്രഹ്മാവ് പറയാണല്ലോ. അപ്പം വിഭു ച അഹം ച ഗിരിശഃ ച. വിഭു എന്ന് പറഞ്ഞാൽ വിഷ്ണു, അഹം എന്ന് പറഞ്ഞത് ഇവിടെ ഞാൻ എന്നുള്ള അർത്ഥം, ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവാണ് ഈ പറയണത്, അതുകൊണ്ട് ബ്രഹ്മാവായും, ഗിരിശഃ ച, ഗിരിശൻ ശിവനായും, സ്വയം ത്രിപാത് ഉരുപ്രരോഹ, തന്നെ 3ആയിട്ട് പിരിച്ചു. എന്തിന്? ഈ ലോകത്തെ സൃഷ്ടിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനും വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന ആ വിശ്വവൃക്ഷമായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്നർത്ഥം. ഇനി എന്താ പറയണത് നോക്കൂ. ലോകോ വികർമ്മ നിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ഈ ലോകത്തുള്ള അധിക പേരും എന്ത് ചെയ്യുന്നു? ലോകഃ വികർമ്മനിരതഃ, അവരുടെ കർമ്മമല്ല ചെയ്യണത്, ഈശ്വരനെ ഭജിക്കല്ല ചെയ്യണത്, വികർമ്മത്തിലാണ് താല്പര്യം. ഈ ലോകത്തുള്ള അധിക പേരും ത്വദുദിതേ, അങ്ങയാൽ പറയപ്പെട്ട, ത്വദുദിതേ എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ത്വദർച്ചനേ സ്വേ കുശലേ കർമ്മണി പ്രമത്തഃ, ഭഗവാനെ ഉപാസിക്കാനുള്ള രീതികളും
സ്വേ കുശലേ കർമ്മണി, തനിക്ക് ആത്യന്തികമായി ക്ഷേമമുണ്ടാക്കുന്ന കർമ്മങ്ങളെപ്പറ്റിയൊക്കെ ശാസ്ത്രത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ, ആധ്യാത്മിക സാധനങ്ങളൊന്നും ചെയ്യാതെ, പ്രമത്തഹ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ, പ്രമത്തനായും കൊണ്ട്. വികർമ്മനിരതഃ, വികർമ്മത്തിൽ ശ്രദ്ധിക്കുന്നു, വിരുദ്ധ കർമ്മത്തിൽ താല്പര്യത്തോടു കൂടി ഇരിക്കുന്നു. താൽക്കാലിക നേട്ടം മാത്രം, തുച്ഛമായ സുഖം മാത്രം, ഭാവിയിലോ വലിയ വിഷമം തരുന്ന, ഇപ്പോൾ തൽക്കാലം ലേശൊരു സുഖം തരുന്ന അങ്ങനെയുള്ള തുച്ഛമായ വിഷയങ്ങളിൽ ശ്രദ്ധിച്ച് താവത്ത് അസ്യ ഇഹ ജീവിതാശാം ബലവാൻ യഹ സദ്യ ചിനത്തി അനിമിഷായ തസ്മൈ നമഃ അസ്തു. താവത്ത് കാലത്തോളം അസ്യ ഇഹ ജീവിതാശാം ഇതിൻ്റെ ഇവിടെയുള്ള ജീവിതാശാം ജീവിതാഭിലാഷത്തെ ബലവാൻ യഹ സദ്യ ചിനത്തി കരുത്തുള്ള യാതൊരുവൻ പെട്ടെന്ന് ഇല്ലാണ്ടിയാക്കുന്നുവോ അനിമിഷായ തസ്മൈ നമഃ അസ്തു കാലസ്വരൂപനായ, അനിമിഷായ പറഞ്ഞാൽ കാലസ്വരൂപനായ എന്നർത്ഥം, കാലസ്വരൂപനായ തസ്മൈ അങ്ങേക്ക് നമഃ അസ്തു നമസ്കാരം. എന്താ ഇവിടെ പറയണത്? ഇവിടെ ജീവൻ്റെ അവസ്ഥ വർണ്ണിക്കുകയാണ്. അധികം പേരും ഈ ലോകത്തുള്ള അധികം പേരും ലോകഃ വികർമ്മനിരതഃ, വികർമ്മത്തിലാണ് ശ്രദ്ധ. ശാശ്വതമായ നേട്ടം അല്ലെങ്കിൽ ആനന്ദമുണ്ടാവുന്ന വിഷയത്തെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കാതെ, അങ്ങ് ഉപദേശിച്ച ശാസ്ത്രം പഠിക്കാതെ, അല്ലെങ്കിൽ ശ്രുതി കേൾക്കാതെ, അല്ലെങ്കിൽ വേദം പഠിക്കാതെ, പലതരത്തിലുള്ള ഉപാസനയും പല രീതികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കേൾക്കാതെ, തനിക്ക് ശ്രേയസ്കരമായ കർമ്മത്തിൽ ശ്രദ്ധിക്കാതെ അധർമ്മത്തിൽ ശ്രദ്ധ വെച്ച് ജീവിക്കുന്നു. അങ്ങനെ എന്തു സംഭവിക്കുന്നു? കാലസ്വരൂപനായ അങ്ങ് അവരുടെ സമയം ഇല്ലാതെയാക്കുന്നു. ആയുസ് പോവല്ലേ, ആയുസ് നശിപ്പിക്കുന്നു, ആയുസ് ഇല്ലാണ്ടിയാവുന്നു. ഭോഗ്യവസ്തുക്കളും അവരനുഭവിക്കുന്ന തൽക്കാലം നേട്ടം തന്ന അല്ലെങ്കിൽ തൽക്കാലം സുഖിപ്പിക്കുന്ന വസ്തു എല്ലാ കാലവും സുഖിപ്പിക്കൂ ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സുഖം നഷ്ടപ്പെടും. ആ ഭോഗ്യവസ്തുക്കൾ എല്ലാ കാലം ഇപ്പോൾ ടി വി കാണുകയാണ്, എത്ര കാലം കാണാൻ പറ്റും? കുറച്ച് കഴിഞ്ഞാൽ കേടാവില്ലേ? മൊബൈൽ എത്ര കാലം പറ്റും? കുറച്ച് കഴിഞ്ഞാൽ കേടാവില്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ശരീരം നമുക്ക് സുഖം തരുന്ന ഈ ശരീരം എത്ര കാലം സുഖം തരും? കുറച്ച് കഴിഞ്ഞാൽ അതും കേടാവും. അപ്പോൾ വലിയ ദുഃഖം ഉണ്ടാവും. കാലസ്വരൂപനായിരിക്കുന്ന അങ്ങ് ഈ ഭോഗ്യവസ്തുക്കളെയും ആയുസ്സിനെയും എന്തു ചെയ്യുന്നു? ഇല്ലാതെയാക്കുന്നു. അപ്രകാരമുള്ള നെന്തിരുവടിക്ക് നമസ്കാരം. എന്തിനാ അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിയാക്കണത്? ഇതൊന്നും അല്ലാത്ത ഒന്നാണ് ഞാൻ എന്ന് അറിയാൻ വേണ്ടി ഇല്ലാണ്ടിയാക്കുകയാണ്. അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടതും താല്പര്യം. അതാണ് താല്പര്യം. വ്യക്തമാണില്ലേ? യസ്മാത് ബിഭേമ്യഹമപി ദ്വിപരാർദ്ധധിഷ്ണ്യം അധ്യാസിതഃ സകലലോകനമസ്കൃതം യത് തേപേ തപോ ബഹുസവോ വരുരുത്സമാനഃ തസ്മൈ നമോ ഭഗവതേ അധിമഖായ തുഭ്യം. യസ്മാത് ബിഭേമി അഹമപി. ഇവിടെ ബ്രഹ്മാവ് പറയാണ്, എന്താ പറയണത്? യസ്മാത് ബിഭേമി അഹമപി. യസ്മാത് യാതൊരു കാലാത്മാവായ അങ്ങയിൽ നിന്ന് ബിഭേമി ഭയപ്പെടുന്നു. ആര്? ബ്രഹ്മാവ് പോലും. സകലലോക നമസ്കൃതം ദ്വിപരാർദ്ധധിഷ്ണ്യം അധ്യാസിത അഹമപി ബിഭേമി. ബ്രഹ്മാവ് പറയാണ്, എല്ലാ ലോകരും നമസ്കരിക്കുന്നതും ബ്രഹ്മാണ്ടത്തിൽ വെച്ച് ശ്രേഷ്ഠമായതുമാണ് ബ്രഹ്മപദവി. ബ്രഹ്മപദവി പറഞ്ഞാൽ എൻ്റെ ഈ ബ്രഹ്മപദവി. ബ്രഹ്മാവ് പറയാണല്ലോ, ആ പദവിക്കും ഏറ്റവും വലിയ പദവിയായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭൗതിക സുഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനേക്കാൾ മുകളിൽ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനെ പോലെ ഇരിക്കാം സത്യലോകത്ത്. അതാണ് ഏറ്റവും വലിയ സൗഖ്യം, ഏറ്റവും വലിയ സുഖം അല്ലേ? എന്നാൽ ആ പദവിക്കും കുറച്ച് കഴിഞ്ഞാൽ അവസാനം ഉണ്ട് എന്നർത്ഥം. എവിടെ കയറിയിരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങേണ്ടി വരും. ആ പദവിക്കും 2 പരാർദ്ധകാലം കഴിഞ്ഞാൽ നാശമുണ്ട്. ദ്വിപരാർദ്ധധിഷ്ണ്യം, 2 പരാർദ്ധകാലം വരെ നിലകൊള്ളുന്നത്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇറങ്ങണം. അധ്യാസിത, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അഹമപി ബിഭേമി, ഞാനും അങ്ങയെ ഭയപ്പെടുന്നു. 2 പരാർദ്ധം എന്ന് പറഞ്ഞാൽ കണക്ക് പറയുകയാണെങ്കിൽ മനുഷ്യരുടെ 360 സംവത്സരങ്ങളാണ്. അതിനെയാണ് ഒരു ദിവ്യ സംവത്സരം എന്ന് പറയുക. അങ്ങനെ 12,000 ദിവ്യ സംവത്സരങ്ങളോട് കൂടിയത് കൃതം ത്രയതാ ദ്വാപരം കലി എന്ന ചതുർയുഗം. 1000 ചതുർയുഗം ബ്രഹ്മാവിന് പകൽ, 1000 ചതുർയുഗം ബ്രഹ്മാവിന് രാത്രി. ഇപ്പോൾ 2000 ചതുർയുഗം കഴിഞ്ഞാൽ ബ്രഹ്മദേവന് ഒരു ദിവസമായി. അങ്ങനെ 360 ദിവസങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മാവിന് ഒരു വയസ്സായി. ഇങ്ങനെ 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. ആ 100 വയസ്സ് കഴിഞ്ഞാൽ ബ്രഹ്മാവിനും പോണ്ടി വരും. ആ 100 വയസ്സിന് എന്ത് പറയാം? 2 പരാർദ്ധം എന്ന് പറയാം. 2 പരാർദ്ധക്കാലം. അതാണ് 2 പരാർദ്ധക്കാലേ ബ്രഹ്മാവിന് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മാവിന് കുറച്ച് ആയുസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ കൊതുകിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ബ്രഹ്മാവാണ്. കാരണം കൊതുകിന് വളരെ കുറഞ്ഞ നേരം ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ കാലം എന്നുള്ളതൊക്കെ ആപേക്ഷികമാണ്. അപ്പോൾ ആ നാശത്തെ, തനിക്കും കുറച്ച് കഴിഞ്ഞ നാശമുണ്ടല്ലോ എന്നുള്ള ആ നാശത്തെ ഭയന്നാണ് ഞാൻ വളരെ കാലം തപസ്സുകൊണ്ട് അങ്ങയെ ആരാധിച്ചത് എന്നാണ്. അവരുരുത്സമാന ബഹുസവ തപഹ തേവേ. അവരുരുത്സമാന, അങ്ങയെ അകത്ത് അവരോധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ബഹുസവ അനേക യജ്ഞാനുഷ്ഠാനത്തോടു കൂടിയവനായിട്ട്, തപഹ തേവേ ഞാൻ അങ്ങയെ തപസ് ചെയ്തു, തപസ് ആചരിച്ചു. അധിമഖായ, മഖം എന്ന് പറഞ്ഞാൽ യാഗം, യജ്ഞാധിഷ്ഠാന ദേവനും യജ്ഞസ്വരൂപനായിരിക്കുന്ന അലയോ ഭഗവാനെ, ഭഗവതേ, ഭഗവാനായിരിക്കുന്ന അങ്ങയ്ക്ക്, തസ്മൈ തുഭ്യം നമഃ, അങ്ങനെ ഇരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നർത്ഥം. യജ്ഞത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ അങ്ങയ്ക്ക്, അലയോ പരബ്രഹ്മമേ, യജ്ഞസ്വരൂപനെ, അങ്ങയ്ക്ക് നമസ്കാരം. എന്താണ് താല്പര്യം? അടുത്ത ശ്ലോകം. തിര്യങ് മനുഷ്യവിബുധാദിഷു ജീവയോനിഷു ആത്മേച്ഛയാത്മകൃതസേതുപരീപ്സയായ രേമേ നിരസ്തരതിരപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ. തിര്യങ് മനുഷ്യവിബുധാദിഷു ജീവയോനിഷു ആത്മേച്ഛയാ. എന്താ ഈ ശ്ലോകത്തിൽ പറയണത്? അല്ലയോ പരബ്രഹ്മമേ, അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെയാണ് ഈ ജീവന്മാർക്ക് ചില മര്യാദകളെ, ധർമ്മമര്യാദകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവയെ രക്ഷിക്കാനായി മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ മുതലായ ശരീരങ്ങളെ സ്വീകരിച്ച് വിഷയസുഖം ബാധിക്കാത്തവനാണെങ്കിലും അവിടുന്ന് ആ അവതാരങ്ങളിലൂടെ പലവിധ ലീലകളും ചെയ്തു വരുന്നു. വാസ്തവത്തിലൊന്നും ബാധിക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മളെയും ഒന്നും ബാധിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഒന്നും നമ്മുടെ സ്വരൂപത്തിലേക്ക് വരുന്നില്ല, ഒന്നും ചേരുന്നില്ല. ഒക്കെ ഏറി വന്നാൽ ശരീരം അല്ലെങ്കിൽ മനസ്സ് വരെ വരും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മളെ ഒന്നിനും ദ്രോഹിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പുരുഷോത്തമനായ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. അങ്ങ് തന്നെയാണ് ജീവന്മാർക്ക് ധർമ്മമര്യാദകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവയെ രക്ഷിക്കാനായി മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ, ഇങ്ങനെ പലതരത്തിലുള്ള ശരീരങ്ങളെ അങ്ങ് സ്വീകരിച്ച് വിഷയസുഖം ബാധിക്കാത്തവനാണെങ്കിലും ബാധിച്ചവനെ പോലെ അവിടുന്ന് ലീലകളാടുന്നു പലതരത്തിൽ. അങ്ങനെയുള്ള പുരുഷോത്തമനായ അങ്ങയ്ക്ക് നമസ്കാരം. എത്ര അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. രാമനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ മനുഷ്യരെ പോലെ തന്നെ. ഇനി പക്ഷിയായിട്ട്, അരയന്നമായിട്ട്, മത്സ്യമായിട്ട്, കൂർമ്മമായിട്ട്, ഇങ്ങനെയൊക്കെ. തിര്യങ് മനുഷ്യ വിബുധാദിഷു ജീവയോനിഷു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മകൃത സേതു പരീപ്സയ, തന്നാൽ ആവിഷ്കൃതമായ ധർമ്മമര്യാദകളെ പാലിക്കാനായിട്ട് ആത്മേച്ഛയാ, സ്വന്തം ഇഷ്ടപ്രകാരം, തിര്യങ് മനുഷ്യ വിബുധാദിഷു, തിര്യക്കുകൾ, മനുഷ്യർ, ദേവകൾ ഒക്കെയായിട്ട്, ജീവയോനിഷു പലതരത്തിലുള്ള ജീവയോനികളിൽ, അവരുദ്ധദേഹ സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായി അവതരിച്ച്, നിരസ്തരതിഹി അപി രേമേ, വിഷയസുഖാനുഭവം ഇല്ലാത്തവനാണെങ്കിലും അതിനോടൊന്നും ചേരാത്തവനാണെങ്കിലും അങ്ങനെ ചേർന്നതുപോലെ വിഹരിച്ച്, തസ്മൈ പുരുഷോത്തമായ ഭഗവതേ നമഃ, അങ്ങനെയുള്ള പുരുഷോത്തമനായ അങ്ങേക്ക് നമസ്കാരം. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാനാണ്. രാമനായി വന്നതും കൃഷ്ണനായിട്ട് വന്നതും ഒക്കെ എന്തിനു ചോദിച്ചാൽ അതൊക്കെ ചില ആശയങ്ങൾ നമ്മളിൽ എത്തിക്കാനാണ്. രാമനെ പോലെ ധർമ്മം അനുഷ്ഠിക്കൂ, യോഗേശ്വരനായ കൃഷ്ണനെപ്പോലെ ഒന്നിനാലും ബാധിക്കാണ്ടിരിക്കൂ. ഈ വക തത്വങ്ങൾ നമ്മളെ ബോധിപ്പിക്കാനാണെന്ന് താല്പര്യം. ധർമ്മമര്യാദകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പലതായിട്ട് അവതരിച്ചത്. നമ്മളെപ്പോലെ മായാബന്ധം ഭഗവാനില്ല എന്നർത്ഥം. ഇനിയുള്ള 2 ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. യോ വിദ്യയാനുപഹതോപി ദശാർദ്ധവൃത്യ നിദ്രാമുവാഹ ജഠരീകൃതലോകയാത്ര അന്തർജലേ ഹി കശിപുസ്പർശാനുകൂലാം ഭീമോർമി മാലിനി ജനസ്യ സുഖം വിവൃണ്വൻ യന്നാഭിപത്മഭവനാദഹമാസമീഡ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥ ഭവായ യോഗ നിദ്രാവസാന വികസന്നളിനേക്ഷണായ. നോക്കുക എന്താ പറയണത്? യഹ ദശാർദ്ധവൃത്യ അവിദ്യ അനുപഹത, യാതൊരുവൻ ദശാർദ്ധവൃത്യ, ദശാർദ്ധം എന്ന് പറഞ്ഞാൽ ദശ പറഞ്ഞാൽ 10, അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി, 10ൻ്റെ പകുതി 5, ദശാർദ്ധവൃത്യ എന്ന് പറഞ്ഞാൽ 5 വൃത്തികളോടുകൂടിയ, യാതൊരു ഭഗവാൻ 5 വൃത്തികളോടുകൂടിയ അവിദ്യയാ, അവിദ്യ മായ. ഇപ്പം ശാസ്ത്രത്തിൽ പറയും
മായ 5 വൃത്തികളോട് കൂടിയതാണ്. ഏതൊക്കെയാണ് ഈ 5 വൃത്തികൾ എന്ന് ചോദിച്ചാൽ അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെ കുറച്ച് വൃത്തികളോട് കൂടിയത്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. അവിദ്യ പറഞ്ഞാൽ അജ്ഞാനം. അസ്മിത പറഞ്ഞാൽ ഞാൻ എന്നൊരു തോന്നൽ, അതായത് അഹങ്കാരം എന്നർത്ഥം. അഹങ്കാരം, ഞാൻ 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 എന്ന് അഭിമാനിക്കുക. രാഗം എന്ന് പറഞ്ഞാൽ ഒട്ടൽ. ദ്വേഷം എന്ന് പറഞ്ഞാൽ അനിഷ്ടം. രാഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഒന്നിനോട് ഒരു ആസക്തി, അതുണ്ടെങ്കിലേ ഞാനുള്ളൂ, അതെനിക്ക് വേണം എന്നുള്ള വിചാരം. ചിലതോ അടുത്തേക്ക് വരുമ്പോൾ ഇഷ്ടമില്ലായ, അതാണ് ദ്വേഷം. അഭിനിവേശം എന്ന് പറഞ്ഞാൽ അത്യാസക്തി, അതില്ലാണ്ട് വയ്യ ഈ ഒരു തോന്നൽ. അപ്പം ഇങ്ങനെയുള്ള 5 വൃത്തികളോട് കൂടിയാണ് മായ. ഇതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇങ്ങനെ 5 വൃത്തികളോട് കൂടിയ അവിദ്യയാൽ ബാധിതനല്ല ആര്? അങ്ങ്. നമ്മളോ അതിൽ പെട്ടവരാണ്. അത് നമ്മളും മാറിയാൽ നമ്മൾ ഈശ്വരനായി മാറി. അവിദ്യ അനുബന്ധ, അവിദ്യ ബാധിക്കാത്തവൻ. ജഡരീകൃത ലോകയാത്ര, ഉള്ളിലൊതുക്കിയ പ്രപഞ്ച പ്രസരത്തോടു കൂടിയവനായിട്ട്. അവിദ്യയാൽ ബാധിതനാകാതെ ലോകങ്ങളെ മുഴുവൻ തന്നിൽ ലയിപ്പിച്ച് പ്രളയകാലത്ത് ഭയങ്കര തിരമാലകളോടുകൂടിയ ജലമധ്യത്തിൽ ജനങ്ങൾക്ക് വിശ്രമമാകുന്ന ആ ആനന്ദത്തെ നൽകിക്കൊണ്ട്, അല്ലയോ പരബ്രഹ്മമേ, അങ്ങ് യോഗനിദ്രയെ അവലംബിച്ച് ആ അനന്തനാകുന്ന ആ പാമ്പിൻ്റെ മുകളിൽ അങ്ങ് എന്ത് ചെയ്യുന്നു? അങ്ങ് സുഖമായിട്ട് കിടക്കണു. അനന്തനാകുന്ന ശയ്യയിൽ അങ്ങ് സുഖമായിട്ട് കിടക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്താലാണ് നാഭിയിലെ താമരയിൽ നിന്ന് 3 ലോകങ്ങളാകുന്ന ഉപകരണങ്ങളോടുകൂടിയ ഞാൻ ജനിച്ചത്. ബ്രഹ്മാവ് പറയാണ്, അങ്ങയുടെ ഉദരത്തിൽ ഈ പ്രപഞ്ചത്തെ, ഈ സംസാര വസ്തുക്കളെ മുഴുവൻ സൂക്ഷ്മസ്വരൂപേണ ലയിപ്പിച്ചവനും പ്രളയാവസാനത്തിൽ സൃഷ്ടിക്കാനായി വികസിക്കുന്ന ചിന്താമര കണ്ണുകളോടുകൂടിയവനുമായ അല്ലയോ പരബ്രഹ്മമേ, അവിടുത്തേക്ക് നമസ്കാരം. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്ന് അന്വയം വായിച്ചു നോക്കൂ. അപ്പോൾ അർത്ഥം എളുപ്പത്തിൽ ലഭിക്കും. യഹ ദശാർദ്ധവൃത്യ അവിദ്യ അനുപഹത അപി, ഏതൊരു ഭഗവാൻ പഞ്ചവൃത്തികളോടുകൂടിയ അവിദ്യയെ, മായയെ അല്ലെങ്കിൽ അവിദ്യയോട് കൂടിയ മായയാൽ ബാധിതനാകുന്നില്ലെങ്കിലും കൂടി, ജഡരീകൃത ലോകയാത്ര ഭീമോർമി മാലിനി, ഉള്ളിലൊതുക്കിയ ആ പ്രപഞ്ചപ്രസരത്തോടു കൂടിയവനായിട്ട്, ഭീമോർമി മാലിനി, ഊർമി പറഞ്ഞ തിരമാല, ഭീമെന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കരങ്ങളായ തിരമാലകളുള്ള അന്തർജലെ, ജലമധ്യത്തിൽ, അഹികശിപുസ്പർശാനുകൂലം, സർപ്പമെത്തയുടെ മുകളിൽ വളരെ സുഖമായിട്ട്, നിദ്രയെ ജനസ്യ സുഖം വിവരണൻ, ജീവരാശിയുടെ വിശ്രമാനന്ദത്തെ വ്യക്തമാക്കിക്കൊണ്ട്, ഉവാഹ വഹിച്ചിരിക്കുന്നുവോ, ഈഡ്യ അല്ലയോ ഈഡ്യനെ, ഈഡ്യ പറഞ്ഞാൽ കീർത്തനീയ, കീർത്തിക്കപ്പെടേണ്ടവനെ, എല്ലാവരാലും കീർത്തിക്കപ്പെടുന്നവനെ. യദനുഗ്രഹേണ എന്നാഭിപത്മഭവനാത്, യാതൊരുവൻ്റെ അനുഗ്രഹത്താൽ, യാതൊരുവൻ്റെ നാഭികമലമാകുന്ന ഭവനത്തിൽ നിന്ന്, ലോകത്രയോപകരണ 3 ലോകവും ഉപകരണമായിരിക്കുന്ന അഹം ആസം ഞാൻ ഉത്ഭവിച്ചുവോ, തസ്മൈ ഉദരസ്ഥഭവായ, അങ്ങനെയുള്ളവനും ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസാര സമുച്ചയത്തോടു കൂടിയവനും, യോഗനിദ്രാവസാന വികസന്നളിനേക്ഷണായ തേ നമഃ, യോഗനിദ്രയുടെ അവസാനത്തിൽ വികസിക്കുന്ന താമരക്കണ്ണുകളോട് കൂടിയവനുമായ അവിടത്തേക്ക് നമസ്കാരം. വ്യക്തമായില്ലേ? ഇങ്ങനെയൊക്കെ ബ്രഹ്മാവ് സ്തുതിച്ചു. എന്നിട്ട് തൻ്റെ ആ ആഗ്രഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് 4 ശ്ലോകങ്ങൾ. അതും കൂടി കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഈ സ്തുതി ഇവിടെ സമർപ്പിക്കുകയാണ്, നിർത്തുകയാണ്. ആ 4 ശ്ലോകങ്ങൾ കൂടി കാണാം. 22ാമത്തെ ശ്ലോകം എന്താ പറയണത് നോക്കുക. സോയം സമസ്തജഗതാം സുഹൃദേക ആത്മാ സത്വേന യന്മൃഡയത്തെ ഭഗവാൻ ഭഗേന തേനൈവ മേ ദൃശമനുസ്പൃശതാത് യഥാഹം സ്രക്ഷ്യാമി പൂർവവദിദം പ്രണതപ്രിയോസൗ. സോയം സമസ്തജഗതാം സുഹൃദ് ഏക ആത്മാ, പലതവണ ആവർത്തിച്ച വിഷയമാണത്. ഏക ആത്മാ, ഏകനായ അർത്ഥം. അങ്ങ് സകല ലോകങ്ങൾക്കും സുഹൃത്താണ്,
ഏകനാണ് അന്തര്യാമിയായിട്ട് എല്ലാ ലോകങ്ങൾക്കും ഹിതകാരിയായും ഏകനും അന്തര്യാമിയായും വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ, ജ്ഞാനം കൊണ്ടും ഐശ്വര്യം കൊണ്ടുമാണല്ലോ അങ്ങ് ഈ പ്രപഞ്ചത്തെ സുഖിപ്പിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു പ്രജ്ഞാദൃഷ്ടിയെ, വിവേകത്തെ സ്പർശിച്ച് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് ഇവിടെ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന. സ്വയം സമസ്ത ജഗതാം സുഹൃദേക ആത്മാ, സമസ്ത ജഗതാം എല്ലാ ലോകങ്ങൾക്കും സുഹൃത്ത്, ഹിതകാരിയും ഏകസ്വരൂപമായ ആത്മാ, അന്തര്യാമിയായും വർത്തിക്കുന്ന അല്ലയോ ഭഗവാനെ, യത് സത്വേന ഭഗേന മൃഡയത്തെ, യാതൊരു ജ്ഞാനത്താലും ഐശ്വര്യത്താലും വിശ്വത്തെ സുഖിപ്പിക്കുന്നുവോ, തേന ഏവ, അതുകൊണ്ട് തന്നെ ആ ജ്ഞാനം കൊണ്ട് തന്നെ, മേ ദൃശ്യം എൻ്റെ ഈ ദൃഷ്ടിയെ, എൻ്റെ ഈ പ്രജ്ഞാദൃഷ്ടിയെ അനുസ്പൃശതാത്, സ്പർശിക്കണേ എന്നർത്ഥം. യഥാ അഹം ഇതം പൂർവ്വത് സ്രക്ഷ്യാമി അസൗ പ്രണതപ്രിയ, അങ്ങനെ എന്നെ അനുഗ്രഹിച്ചാൽ ഈ വിശ്വത്തെ പഴയതുപോലെ തന്നെ വീണ്ടും ഞാൻ സൃഷ്ടിക്കാം. ആ ഭാഗത്തിന് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് ബ്രഹ്മദേവൻ്റെ താല്പര്യം. ആശ്രയിക്കുന്നവരിൽ സ്നേഹമുള്ള ഭഗവാനെ, കാരുണ്യമൂർത്തിയായിട്ടുള്ള അങ്ങ് ഈ പ്രപഞ്ചത്തെ മുൻപത്തെ പോലെ തന്നെ സൃഷ്ടിക്കാനുള്ള കഴിവ് തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നർത്ഥം. ഏഷ പ്രപന്നവരദോ രമയാത്മശക്തിയാ യദി യത് കരിഷ്യതി ഗൃഹീത ഗുണാവതാരഃ തസ്മിൻ സ്വവിക്രമമിദം സൃജതോപി ചേതോ യുഞ്ജീത കർമ്മശമലം ച യഥാ വിജഹ്യാം. ഏഷ പ്രപന്നവരദഃ. പ്രപന്നവരദഃ എന്താ പറയണത്? ആശ്രയിക്കുന്നവർക്ക് അഭീഷ്ടവരം നൽകുന്നവനെ, ശരണം പ്രാപിക്കുന്നവർക്ക് ആനന്ദം കൊടുക്കുന്നവനെ, അനുഗ്രഹിക്കുന്നവനെ, അങ്ങ് തൻ്റെ ശക്തിയായ ലക്ഷ്മീദേവിയോടുകൂടി പലവിധ അവതാരങ്ങളും എടുത്ത് ലീലകളാടുന്നുണ്ട്. ആ ലീലകളെയൊക്കെ എപ്പോഴും എനിക്ക് സ്മരിക്കാൻ സാധിക്കണം. സൃഷ്ടികർമ്മത്തിൽ വ്യാപരിക്കുമ്പോഴും എൻ്റെ മനസ്സ് വിഷയങ്ങളിൽ ബന്ധം ഇല്ലാണ്ടിരിക്കാൻ അങ്ങയുടെ ഈ ലീലകൾ ഓർക്കാൻ സാധിക്കണം. അതൊരിക്കലും മറക്കരുത്. അങ്ങനെ അങ്ങയുടെ രൂപത്തെ, അങ്ങയുടെ ലീലകളെ എപ്പോഴും സ്മരിച്ചാൽ മാത്രമേ കർമ്മബന്ധത്തിൽ പെടാണ്ടിരിക്കുള്ളൂ, കർമ്മവാസനകൾ എന്നെ സ്പർശിക്കാണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്തിന് എന്നെ എന്ത് ചെയ്യണം? അങ്ങനെ അനുഗ്രഹിക്കണം. ഈ സൃഷ്ടികർമ്മം ചെയ്യുമ്പോഴും അങ്ങയെ മറക്കരുത്. അങ്ങയുടെ ലീലകൾ എനിക്ക് ഓർക്കാൻ സാധിക്കണം. അതാണ് പ്രാർത്ഥന. പ്രപന്നവരദഃ, ശരണാഗതന്മാർക്ക് വരദാനം ചെയ്യുന്ന അല്ലയോ ഭഗവാനെ, ശരണാഗതന്മാർക്ക് വരദാനം ചെയ്യുന്ന അല്ലയോ ഭഗവാനെ, ഏഷഃ ആത്മശക്തിയ, അങ്ങനെ ശരണാഗതന്മാർക്ക് വരദാനം ചെയ്യുന്ന ഈ ഭഗവാൻ തൻ്റെ ആത്മശക്തിയായ ലക്ഷ്മീദേവിയോടുകൂടി ഗൃഹീത ഗുണാവതാരഃ, ഗുണാവതാരങ്ങളോടുകൂടിയവനായിട്ട് യത് കരിഷ്യതി, ഏതൊക്കെ അവതാരങ്ങൾ എടുക്കാൻ പോകുന്നുവോ, തസ്മിൻ അതിൽ, സ്വവിക്രമം ഇദം സൃജതഃ അഭി ചേതഃ യുഞ്ജീത യഥാ കർമ്മശമലം വിജഹ്യാം ച, സ്വപ്രഭാവത്തിന് ആസ്പദമായ ഈ വിശ്വത്തെ സൃഷ്ടി ചെയ്യുന്നവനാണെങ്കിലും ഞാൻ ഈ സൃഷ്ടി ചെയ്യുന്ന സമയത്തും ചേതഃ യുഞ്ജീത, മനസ്സിനെ ചേർക്കുമാറാകണം. അങ്ങയുടെ ലീലകളിൽ എൻ്റെ മനസ്സ് ഒട്ടണം. കർമ്മത്തിലൊട്ടിപ്പോകരുത്, ചെയ്യണ കർമ്മത്തിലൊട്ടാതെ അങ്ങയിലൊട്ടണം. അങ്ങനെയായാൽ കർമ്മദോഷത്തെ ഇല്ലാണ്ടിയാക്കാൻ സാധിക്കുമല്ലോ. വിജഹ്യാം എന്ന് പറഞ്ഞാൽ വിട്ടുകളയാം. കർമ്മദോഷത്തെ ഇല്ലാണ്ടിയാക്കാൻ എനിക്ക് സാധിക്കും. അങ്ങനെ അനുഗ്രഹിക്കണേ എന്നർത്ഥം. സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപരിക്കുമ്പോഴും അങ്ങയെ മറക്കാതെ അങ്ങനെ അനുഗ്രഹിക്കണേ എന്നാണ് താല്പര്യം. എന്നിട്ടോ എന്താ പറയണത്? നാഭിഹ്രദാദിഹ സതോംഭസി യസ്യ പുംസോ വിജ്ഞാനശക്തിരഹമാസം അനന്തശക്തേഃ രൂപം വിചിത്രമിദമസ്യ വിവൃണ്വതോ മേ മാരീരിഷീഷ്ട നിഗമസ്യ ഗിരാം വിസർഗഃ. മാരീരിഷീഷ്ട, രീരിഷീഷ്ട എന്നുള്ളത് ക്രിയാപദമാണ്. മാരീരിഷീഷ്ട എന്ന് പറഞ്ഞാൽ വിട്ടുപോകാതിരിക്കണം. എന്ത്? വിസർഗഃ രീരിഷീഷ്ട, ഗിരാം വിസർഗഃ. അങ്ങയുടെ ഗിരാം എന്ന് പറഞ്ഞാൽ വാക്ക്, വചനങ്ങൾ. ആ വചനങ്ങളുടെ ഉച്ചാരണം വിട്ടുപോകാതിരിക്കണം. ഏത് വചനങ്ങളുടെ? നിഗമസ്യ ഗിരാം വിസർഗഃ മാരീരിഷീഷ്ട. നിഗമം വേദം, വേദത്തിൻ്റെ അവയവങ്ങളായ വചനങ്ങളുടെ ഉച്ചാരണം വിട്ടുപോകാതിരിക്കണം. ആർക്ക് വിട്ടുപോകാതിരിക്കണം? എനിക്ക് വിട്ടുപോകാതിരിക്കണം. എന്താ പറയണത്? ഇഹ അംഭസി സതഃ അനന്തശക്തേഃ
ഇവിടെ ഈ ജലത്തിൽ വർത്തിക്കുന്നവനും അനന്തശക്തേഹെ അളവറ്റ ശക്തിയോടുകൂടിയവനുമായ യസ്യ പുംസഹ യാതൊരു പുരുഷൻ്റെ യാതൊരു പുമാൻ്റെ നാഭിഹ്രതാത് യാതൊരു പരമപുരുഷൻ്റെ നാഭിഹ്രതത്തിൽ നിന്ന് വിജ്ഞാനശക്തി വിജ്ഞാനാധിഷ്ഠിതമായ ശക്തിയോടുകൂടിയ അഹം ആസം ഞാൻ ഉത്ഭവിച്ചുവോ അസ്യ വിചിത്രം ഇതം രൂപം ആ പരമപുരുഷൻ്റെ വിവിധമായ ഈ സ്വരൂപത്തെ പ്രകാശനം ചെയ്യുന്ന വിവൃണ്ണത പ്രകാശനം ചെയ്യുന്ന മേ എനിക്ക് നിഗമസ്യ ഗിരാം വിസർഗ മാരീരിഷിഷ്ട വേദത്തിൻ്റെ അവയവങ്ങളായ വചനങ്ങളുടെ ഉച്ചാരണം വിട്ടുപോകാതിരിക്കണം, ഒരിക്കലും ഈ അറിവ് നഷ്ടപ്പെടാതിരിക്കണം എന്നർത്ഥം. ഈ കാരണജലത്തിൽ ശയിക്കുന്നവനും അപാരശക്തിയോടും കൂടിയവനുമാണ് പരമപുരുഷനായ അവിടുന്ന്. ആ അങ്ങയിൽ നിന്ന് അങ്ങയുടെ ആ നാഭിയിലെ താമരയിൽ നിന്നാണ് വിജ്ഞാനശക്തിയോടുകൂടിയ ഞാനുണ്ടായത്. ഈ പ്രപഞ്ചത്തെ പല വിധത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന എനിക്ക് ഒരിക്കലും ഈ ഉപനിഷത്ത് മറന്നു പോകരുതേ, ഈ വേദവിസ്മൃതി ഉണ്ടാവരുതേ, ഈ അറിവ് നഷ്ടപ്പെടരുതേ. അങ്ങനെ അറിവ് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നർത്ഥം. സോസൗ അദഭ്രകരുണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉത്ഥായ വിശ്വവിജയായ ച നോ വിഷാദം മാധ്വ്യാ ഗിരാപനയതാത് പുരുഷഃ പുരാണഃ. സോ അസൗ അദഭ്രകരുണഃ അദഭ്രകരുണഃ പുരാണഃ പുരുഷഃ സഹ അസൗ ഭഗവാൻ മഹാകാരുണികനും ആദിമനായ പുരുഷനുമായ സഹ അസൗ ഈ കാണായ ഭഗവാൻ ഈശ്വരൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ വർദ്ധിച്ച സ്നേഹത്തോടൊത്ത പുഞ്ചിരിയാൽ തൻ്റെ ആ താമര പോലുള്ള മുഖത്തെ നേത്രത്തെ വികസിപ്പിച്ചുകൊണ്ട് വിശ്വവിജയായ ച ഉത്ഥായ വിശ്വത്തിൻ്റെ ഉൽപ്പത്തിക്കായിക്കൊണ്ടും മറ്റും എഴുന്നേറ്റിരുന്ന് നഹാവിഷാദം ആധ്യാഗിര അപനയതാത് നമ്മളുടെ ദുഃഖത്തെ മാധ്വ്യാഗിര ആ തേനൊഴുകുന്ന മൊഴിയാൽ അപനയതാത് അകറ്റണമേ എന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന. അപാരകാരുണ്യത്തോടു കൂടി അല്ലയോ പരബ്രഹ്മമേ, അല്ലയോ ഭഗവാനെ, അങ്ങ് പുരാണനാണ്, പണ്ടേയുള്ളതാണ്, പരമപുരുഷനാണ്. അങ്ങനെയുള്ള ആ കാരുണ്യമൂർത്തിയായ അങ്ങ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ ആദിശേഷനിൽ എഴുന്നേറ്റിരുന്ന് ചെന്താമര കണ്ണുകളിലൂടെ കാരുണ്യ കടാക്ഷം വർഷിച്ചുകൊണ്ട് തേനെപ്പോലെ മാധുര്യമൂറുന്ന വാക്കുകളാൽ എന്നെ ആശ്വസിപ്പിക്കണേ, എൻ്റെ ഈ വിഷാദം ഇല്ലാണ്ടിയാക്കി അനുഗ്രഹിക്കണേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്. പൂർവ്വകൽപ്പത്തിലെന്ന പോലെ സൃഷ്ടികർമ്മം നിർവഹിക്കാനുള്ള അറിവും കഴിവും തന്നു തന്നെ അനുഗ്രഹിക്കണം. താൻ കർമ്മത്തിൽ പ്രവൃത്തനാകുമ്പോഴും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോഴും അതിലൊട്ടാതെ ആ കർമ്മം തന്നെ ബാധിക്കാതെ ബ്രഹ്മത്തെ തന്നെ ഓർക്കാൻ സാധിക്കണം. വേദവിസ്മൃതി തനിക്കൊരിക്കലും ഉണ്ടാവരുത് എന്നൊക്കെയാണ് ഇവിടെ ബ്രഹ്മാവ് പ്രധാനമായിട്ടും പ്രാർത്ഥിച്ചത്. അവസാനം ഭഗവത് വചനം കേൾക്കാനുള്ള ആഗ്രഹം കൂടി പ്രകടിപ്പിച്ച് ബ്രഹ്മാവ് വിരമിക്കുകയാണ്. ഈ അറിവ് ഒരിക്കലും നഷ്ടപ്പെടരുത്, എപ്പോഴും അങ്ങയുടെ ആ വേദവാക്യം എപ്പോഴും കേൾക്കാൻ സാധിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് ബ്രഹ്മാവ് തൻ്റെ പ്രാർത്ഥന നിർത്തുന്നത്. നമുക്കൊക്കെ മാതൃകയായിട്ട് ഒരിക്കലും ഈ ഭാഗവത പ്രവചനം, ഈ ഭാഗവതം പാരായണം അതെപ്പോഴും കേൾക്കണം. വായിക്കുക, കേൾക്കുക, ഈശ്വര വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അതാണ് മനസ്സ് കളങ്കമാവാതിരിക്കാനുള്ള ഏക വഴി. അങ്ങനെ ഒരു ദിവസം മനസ്സിനെ ഇല്ലാണ്ടി ആവട്ടെ, അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ശാന്തി മാത്രം, സമാധാനം മാത്രം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഇനി മൈത്രേയർ തുടരുകയാണ്. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.